ഇത് കാണാന്ന് വിചാരിക്കണു. ഇത് കാണുന്നുണ്ടോ? കാണുന്നുണ്ടെങ്കിൽ ഒരു യെസ് ആരെങ്കിലും പറയോ? എനിക്ക് ഇത് സ്ക്രീൻ കാണാൻ പറ്റില്ല. ഒന്ന് മൈക്ക് ഓൺ ചെയ്തിട്ട് ഒന്ന് പറഞ്ഞോളൂ. എന്താ കാണുന്നത് എന്നുള്ളതൊന്ന് പറയോ കേട്ടാ. ഹെഡിങ് പറഞ്ഞോളൂ. കാണുന്നുണ്ട് അല്ലെ? കോർഡിനേറ്റ് കപ്ലിംഗ് എന്നുള്ളത് കാണുന്നില്ലേ? ഓക്കെ. സോ നമ്മൾ ഇന്ന് എടുക്കുന്ന ടോപ്പിക് വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, കോർഡിനേറ്റ് കപ്ലിംഗ് എന്ന് പറയുന്ന ടോപ്പിക് ആണ്. ആക്ച്വലി ഈ ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഈ തീം എന്ന് പറയുന്നത്, ഇനി നമ്മൾ പ്രൊസീഡ് ചെയ്യാൻ പോകുന്ന സൂപ്പർ പൊസിഷൻ മെത്തേഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ഓക്കെ, സോ ഇറ്റ് ഈസ് എ ലിങ്ക് ടു ദാറ്റ് മെത്തേഡ്. ഇതൊരു ലിങ്ക് ആണ്. ആക്ച്വലി ഒരു ബ്രിഡ്ജ് പോലെ ഒരു സംഭവമാണ്. ഇതിന്റെ ഒരു സംതിങ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ സൂപ്പർ പൊസിഷൻ മെത്തേഡ് എന്നുള്ള മെത്തേഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ വാട്ട് ഈസ് സൂപ്പർ പൊസിഷൻ മെത്തേഡ്? നമ്മൾ ഇപ്പോൾ ഇത് മോഡ് ഷേപ്പ് ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലെ? ഫ്രീ വൈബ്രേഷന്റെ മോഡ് ഷേപ്പ് ഒക്കെ വരയ്ക്കാൻ നമുക്ക് അറിയാം. അത് ഐഗൻ വാല്യൂ അനാലിസിസ് ആയിട്ടാണ് നമ്മൾ ചെയ്തത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന മെത്തേഡിന്റെ പേരാണ് മോഡ് സൂപ്പർ പൊസിഷൻ മെത്തേഡ്. So in order to have an idea about the superposition method, we should have a link to it. ആ ലിങ്ക് ആണ് നമ്മുടെ കോർഡിനേറ്റ് കപ്ലിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഓക്കെ അല്ലേ? സോ ദിസ് കൺസെപ്റ്റ് സ്റ്റാർട്ട്സ് ലൈക്ക്, നമ്മൾ ഇതിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിൽ എന്താ നമ്മൾ കൺസിഡർ ചെയ്യണേ? ഒരു 3DOF സിസ്റ്റം ആണ് നമ്മൾ കൺസിഡർ ചെയ്യണേ അല്ലേ? സോ ടു സ്റ്റാർട്ട് വിത്ത് ദിസ് കൺസെപ്റ്റ് വി ഷുഡ് ടേക്ക് 3DOF സിസ്റ്റം ആണ് ഇവർ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ യു ക്യാൻ സി M1 എന്ന് പറയുന്ന മാസ് ദാറ്റ് ഇസ് സബ്ജക്റ്റഡ് ടു ഫോഴ്സ് F1 അല്ലെ? സോ ഇറ്റ് വിൽ ബി ഹാവിംഗ് എ ഡിസ്പ്ലേസ്മെന്റ് X1, X2, M2 ആക്ട് ചെയ്യുന്നു, F2. സോ അങ്ങനത്തെ രീതിയിൽ F3 upon M3, സോ ഇറ്റ് ഈസ് ഹാവിംഗ് എ റെസ്പോൺസ് X3. നൗ നമുക്ക് ഓക്കെ, അപ്പൊ അതിന് മുന്നേറ്റ് നമ്മൾ ഇക്വേഷൻ ഓഫ് ഫോഴ്സ്ഡ് അൺഡാംപ്ഡ് വൈബ്രേഷൻ. ഓക്കെ, ജനറലി ഒരു ഫോഴ്സ്ഡ് അൺഡാംപ്ഡ് വൈബ്രേഷന്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെയല്ലേ? mx ഡബിൾ ഡോട്ട് പ്ലസ് kx ഈക്വൽ ടു ഫോഴ്സ്ഡ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യണേ. സോ ഫോഴ്സ് മെട്രിക്സ്. ഇനി നമ്മൾ വി ആർ കൺസിഡറിങ് എ 3DOF സിസ്റ്റം. ഓക്കെ, 3DOF സിസ്റ്റം ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ജനറലി നമ്മൾ എന്ത് എഴുതി? ഒരു ഫോഴ്സ്ഡ് അൺഡാംപ്ഡ് ഇക്വേഷൻ എഴുതി, ഡൈനാമിക് ഇക്വേഷൻ എഴുതി. നൗ 3DOF സിസ്റ്റം ആണ് നമ്മൾ കൺസിഡർ ചെയ്യണമെങ്കിൽ നമ്മൾ അതിന്റെ ഒരു ഫ്രെയിം വരച്ചു. നൗ മാസ് മെട്രിക്സ് എന്തായിട്ട് മാറും? ഇതല്ലേ M1, M2, M3, 0, 0. ഇത് X1, X2, X3 നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. K എന്ന് പറയുന്നത് ദിസ് ഈസ് ദ സ്റ്റിഫ്നെസ് മെട്രിക്സ്. 3 ലെവൽസ് ആയതുകൊണ്ട് X1, X2, X3 ദാറ്റ് ഫോഴ്സിനെ നമുക്ക് 3 ലെവൽസിൽ ആക്ട് ചെയ്യുന്ന F1, F2. ദിസ് ഈസ് ദ ഡൈനാമിക് ഇക്വേഷൻ എന്നുള്ളത് നമുക്ക് അറിയാം. ഓക്കെ, നൗ ഇതിൽ ഈ കോർഡിനേറ്റ് കപ്ലിംഗ് എന്നുള്ള കൺസെപ്റ്റ് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്ന കാര്യം, ഇൻ ദിസ് യു ക്യാൻ സി ഈ സ്റ്റിഫ്നെസ് മെട്രിക്സ് എന്നുള്ളതിനെ, സ്റ്റിഫ്നെസ് മെട്രിക്സ് K ഇതാണല്ലോ നമ്മുടെ സ്റ്റിഫ്നെസ് മെട്രിക്സ്. സ്റ്റിഫ്നെസ് മെട്രിക്സ് ഈസ് നോട്ട് ഡയഗണൽ. ഇഫ് the stiffness matrix is not diagonal, the structure is said to be statically coupled. Okay, ഇതാണ് നമ്മുടെ സ്റ്റിഫ്നെസ് മെട്രിക്സ്. നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തിട്ടുള്ള സ്റ്റിഫ്നെസ് മെട്രിക്സ് ഇതാണ്. അപ്പൊ ഇത് ഡയഗണൽ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതല്ലേ ഇതിലെ ഡയഗണൽ വാല്യൂ? ഈ മെട്രിക്സിലെ ഡയഗണൽ വാല്യൂസ് ഇതാണ്, ഇത് എന്ന് പറയുന്നതാണ്. അതല്ലാത്ത ബാക്കിയുള്ള വാല്യൂസ് എല്ലാം 0 ആണെങ്കിൽ മെട്രിക്സിൽ ഈ K2 ഇല്ല, പകരം 0, K3 ഇല്ല, 0, ഇവിടെയൊക്കെ 0, K2 K3 ഇല്ല, 0, ദിസ് K3 ഉണ്ട് അല്ലെ? ഡയഗണൽ വാല്യൂസ് മാത്രമേ ഉള്ളൂ. ഓഫ് ഡയഗണൽ വാല്യൂസ് എല്ലാം 0 ആണെങ്കിൽ അത് ഡയഗണൽ മെട്രിക്സ് ആണ്. ഓക്കെ, ബട്ട് ഡയഗണൽ മെട്രിക്സ് ആണ്. ഓക്കെ, നൗ സ്റ്റിഫ്നെസ് മെട്രിക്സ് ഡയഗണൽ അല്ലെങ്കിൽ ഇത് ഡയഗണൽ അല്ല, ബിക്കോസ് K2 K3 പോസസ് വാല്യൂസ്. സോ ഇത് ഡയഗണൽ അല്ലെങ്കിൽ ആ സ്ട്രക്ചറിനെ നമ്മൾ എന്ത് പറയും? സ്റ്റാറ്റിക്കലി കപ്പിൾഡ് സ്ട്രക്ചർ എന്ന് പറയും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത് ഓഫ് ഡയഗണൽ എലമെന്റ്സ് 0 ആണെങ്കിൽ അത് ഡയഗണൽ മെട്രിക്സ് ആണ്. ഇനി ഡയഗണൽ അല്ലെങ്കിൽ സ്ട്രക്ചറിനെ നമ്മൾ എന്ത് പറയും? സ്ട്രക്ചർ സ്റ്റാറ്റിക്കലി കപ്പിൾഡ് ആണെന്ന് പറയും. സിമിലർലി വിത്ത് റെസ്പെക്ട് ടു മാസ് മെട്രിക്സ് നമ്മൾ പറയുന്ന കാര്യം, ഇവിടെ മാസ് മെട്രിക്സ് ഡയഗണൽ അല്ലെങ്കിൽ, ഡയഗണൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ഓഫ് ഡയഗണൽ വാല്യൂസ് 0 അല്ലെങ്കിൽ അതിനെ നമ്മൾ ഡൈനാമിക്കലി കപ്പിൾഡ് എന്ന് പറയും. മാസ് മെട്രിക്സ് ഡൈനാമിക്കലി കപ്പിൾഡ് എന്ന് പറയും. ഓക്കെ, പക്ഷെ ഇവിടെ എന്താണ്? ഇവിടെ അൽത്താഫ് എന്ന് പറയും. ഇവിടെ എന്താണ്? മാസ് മെട്രിക്സിന്റെ കേസ് M1, M2, M3 വാല്യൂസ് ആർ ദേർ, ബട്ട് ഇവിടെ എന്താ? 0 അല്ലേ? ഹലോ, കാണുന്നില്ലേന്നും കൂടി വെരിഫൈ ചെയ്യാനാണ് കേട്ടാ. അനു, കേൾക്കുന്നില്ലേ? സ്ലൈഡ് കാണുന്നില്ലേ?
ഓക്കെ അല്ലേ? കേട്ടില്ലേ? ഓക്കെ, ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. കേൾക്കുന്നുണ്ട് മിസ്, ഓക്കെ, കേൾക്കുന്നുണ്ട്. ശരി ശരി. അപ്പൊ ഇവിടെ എന്താ പറയണ, വിത്ത് റെസ്പെക്ട് ടു മാസ് മെട്രിക് ഓഫ് ഡയഗണൽ എലമെന്റ്സ് വാല്യൂസ് ഇവിടെ 0 ആണ്. അപ്പൊ എന്താണ്, 0 അല്ലെങ്കിലാണ് നമ്മൾ ഡൈനാമിക്കലി കപ്പിൾഡ് എന്ന് പറയാം മാസ് മെട്രിക്സിനെ. ഇവിടെ 0 ആയതുകൊണ്ട് ഡൈനാമിക്കലി അൺകപ്പിൾഡ് ആണ് ഈ മാസ് മെട്രിക്സ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് കാണാം സ്റ്റിഫ്നെസ് മെട്രിക്സ് ഇസ് സ്റ്റാറ്റിക്കലി കപ്പിൾഡ് മെട്രിക്സ്, whereas ദിസ് മാസ് മെട്രിക്സ് ഇസ് ഡൈനാമിക്കലി എന്നാണ് പറയണ്ടേ. മാസ് വരുമ്പോൾ ഡൈനാമിക്കലി അൺകപ്പിൾഡ് ആണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് തിങ് അബൌട്ട് ദിസ് മെട്രിക്സ്. ഈ മെട്രിക്സിനെ പറ്റി അതാണ് നമ്മളൊരു സംഭവം പറയണേ. ഇനി നമ്മൾ പറയുന്ന കാര്യം, നമ്മൾ ഈ കൺസെപ്റ്റിലേക്കാണല്ലോ വരുന്നത്, കോർഡിനേറ്റ് കപ്ലിംഗ് എന്നുള്ള കൺസെപ്റ്റിലേക്കാണ് വരുന്നത്. ഇനി ഇവിടെ നമ്മുടെ സ്റ്റിഫ്നെസ് മെട്രിക് സ്റ്റാറ്റിക്കലി കപ്പിൾഡ് ആണെന്ന് പറഞ്ഞു. സ്റ്റാറ്റിക്കലി കപ്പിൾഡ് ആയതുകൊണ്ട് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ M1ന്റെ ഇക്വേഷൻ എഴുതുമ്പോൾ എന്ത് വരും? M1x1 ഡബിൾ ഡോട്ട് പ്ലസ് ദിസ് ഇൻറ്റു x2 പ്ലസ് ദിസ് ഇൻറ്റു, അപ്പൊ M1x1 ഡോട്ട് പ്ലസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ പ്ലസ് K1 പ്ലസ് K2 ഇൻറ്റു x1 പ്ലസ് മൈനസ് K2 x2 വരും, പ്ലസ് 0 ഇൻറ്റു x3 വരും അല്ലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു F1 എന്നാണ് വരിക അല്ലെ. അപ്പോൾ ഇത് ആക്ച്വലി ഇത് സ്റ്റാറ്റിക്കലി കപ്പിൾഡ് ആയതുകൊണ്ട് നമ്മൾ x1ന്റെ റിലേഷൻ ഇക്വേഷൻ എഴുതിയാൽ അവിടെ x2 കയറി വരും അല്ലെ. അപ്പൊ അതാണ് സ്റ്റാറ്റിക്കലി കപ്പിൾഡ് ആയതുകൊണ്ട് യു കനോട്ട് റൈറ്റ് ഇൻഡിപെൻഡന്റ് ഇക്വേഷൻ ഫോർ x1 ബിക്കോസ് അതിൽ ഇവിടെ K2 വാല്യൂ ഉള്ളത് കൊണ്ടാണ് അവിടെ x2 കയറി വന്നത്. മനസ്സിലായോ? അപ്പോൾ സ്റ്റാറ്റിക്കലി കപ്പിൾഡ് ആയതുകൊണ്ട് വി വിൽ ബി പ്രൊഡ്യൂസിങ് എ സെറ്റ് ഓഫ് ഡിപെൻഡന്റ് ഇക്വേഷൻസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, ബട്ട് ഓൺലി സ്റ്റാറ്റിക്കലി അൺകപ്പിൾഡ് ആണെങ്കിൽ മാത്രമാണ് ഇൻഡിപെൻഡന്റ് ഇക്വേഷൻ. അതായത് അൺകപ്പിൾഡ് എന്ന് പറയുമ്പോൾ എന്താ, ഈ K2 ഇവിടെ സ്ഥാനത്ത് 0, ഇവിടെ 0 ഒക്കെ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് സ്റ്റാറ്റിക്കലി കപ്പിൾഡ്, അൺകപ്പിൾഡ് എന്ന് പറയാൻ പറ്റുള്ളൂ. അൺകപ്പിൾഡ് ആയാലാണ് നമുക്ക് ഇൻഡിപെൻഡന്റ് ഇക്വേഷൻസ് ഫെച്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, നൗ എന്താണ് നമ്മൾ ഇത്ര അതൊരു പ്രശ്നമാണെന്ന് പറയുന്നത്? ബിക്കോസ് നമ്മുടെ ഈ മോഡ് സൂപ്പർ പൊസിഷൻ എന്നുള്ള ആ ഒരു മെത്തേഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇൻഡിപെൻഡന്റ് ഇക്വേഷൻസ് പറ്റില്ല. അതായത് ഇൻഡിപെൻഡന്റ് ഇക്വേഷൻസ് വേണം. ഓക്കെ, അതായത് കപ്പിൾഡ് മെട്രിക്സ് വെച്ചിട്ടുള്ളതല്ല, നമുക്ക് അൺകപ്പിൾഡ് ആയിട്ടുള്ള ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന മോഡ് സൂപ്പർ പൊസിഷൻ മെത്തേഡ് പ്രൊസീഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, സോ നമ്മൾ ചെയ്യുന്ന കാര്യം, വി ഹാവ് ടു കൺവേർട്ട് ദിസ് സ്റ്റാറ്റിക്കലി കപ്പിൾഡ് സെറ്റ് ഓഫ് ഇക്വേഷൻസ് ടു സ്റ്റാറ്റിക്കലി അൺകപ്പിൾഡ് ഇക്വേഷൻസ്. മനസ്സിലായോ? ഇവിടെ സ്റ്റാറ്റിക്കലി കപ്പിൾഡ് മെട്രിക്സ് ആണ്, അപ്പൊ അതുകൊണ്ട് തന്നെ സ്റ്റാറ്റിക്കലി കപ്പിൾഡ് സ്ട്രക്ചർ ആണ്, സ്റ്റാറ്റിക്കലി കപ്പിൾഡ് ഇക്വേഷൻസ് ആണ്. അപ്പൊ അത് വെച്ച് നമുക്ക് ഈ മെത്തേഡ് ഓഫ് സൂപ്പർ പൊസിഷൻ പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഇൻഡിപെൻഡന്റ് ഇക്വേഷൻസ് വേണ്ട, നമുക്ക് എന്താ പറയാ, ഇൻഡിപെൻഡന്റ് ഇക്വേഷൻസ് ആണ് വേണ്ടത്, ഡിപ്പെൻഡൻസി വേണ്ട. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ സം ട്രാൻസ്ഫോർമേഷൻസ് നടത്തണം. ഈ മെട്രിക്സിനെ, ഈ ഒരു ഇക്വേഷനെ നമുക്ക് എന്ത് ചെയ്യണം, ഈ കപ്ലിംഗ് എന്ന് ഒഴിവാക്കിയിട്ട് അൺകപ്പിൾഡ് ആക്കണം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം, വി ഹാവ് ടു ട്രാൻസ്ഫോം ദിസ് ഇക്വേഷൻ 1 ഇൻടു സ്റ്റാറ്റിക്കലി അൺകപ്പിൾഡ് ആക്കണം. ദിസ് ഇസ് കപ്പിൾഡ് ഇക്വേഷൻ, സ്റ്റാറ്റിക്കലി കപ്പിൾഡ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. അതിനെ നമുക്ക് സ്റ്റാറ്റിക്കലി അൺകപ്പിൾഡ് ഇക്വേഷൻ ആണ് ആക്കണം. എന്നാലാണ് നമുക്ക് മെത്തേഡ് ഓഫ് സൂപ്പർ പൊസിഷൻ പ്രൊസീഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ഫോർ ദാറ്റ് വി നീഡ് ടു കണ്ടക്ട് എ കോർഡിനേറ്റ് ട്രാൻസ്ഫോർമേഷൻ, ഒരു കോർഡിനേറ്റ് ട്രാൻസ്ഫോർമേഷൻ ചെയ്യണം. ഓക്കെ, അപ്പൊ അതിന് ചെയ്യുന്നതായിട്ട് നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ഏതാണ്? x1 x2 x3 എന്ന് പറയുന്നതാണ് നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ അല്ലെ. ഇവിടെ 3 DOF ആയതുകൊണ്ട് x1 x2 x3, DOF ആണെങ്കിൽ അപ് ടു x1 വരും. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യുന്ന കാര്യം, നമുക്ക് ഈ എക്സിനെ മാറ്റി പകരം നമ്മൾ വേറൊരു കോർഡിനേറ്റിനെ കൊണ്ടുവരികയാണ്. എക്സ് വേണ്ട, എക്സിന്റെ ഒരു സംഭവം വരുമ്പോഴാണ് അതുപോലെ ഇവിടെ അസോസിയേറ്റഡ് ആയിട്ട് നമ്മുടെ സ്റ്റിഫ്നെസ് മെട്രിക്സിന് കപ്പിൾഡ് സിറ്റുവേഷൻ വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സിനെ മാറ്റി വി ആർ ബ്രിങ്ങിങ് അനദർ സെറ്റ് ഓഫ് കോർഡിനേറ്റ്സ് ക്യൂ എന്ന് പറയുന്ന, എക്സിന്റെ സ്ഥാനത്ത് Q1 Q2 Q3 എന്നുള്ള രീതിയിൽ കൊണ്ടുവരാൻ പോവാണ്. അത് വെറുതെ അങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. നമ്മളപ്പോ എന്ത് ചെയ്യും, എക്സ് മെട്രിക്സ് ഈക്വൽ ടു, നമുക്ക് ഒരു 3DOF ആണെങ്കിൽ x1 x2 x3 വരുള്ളൂ അല്ലെ. അപ്പൊ അപ് ടു xn ആണെങ്കിൽ ഇങ്ങനെ x1 x2 x3 അപ് ടു xn ഈക്വൽ ടു എന്താണ് നമ്മൾ ചെയ്യുന്നത്, ഇവിടെ നമ്മൾ ചെയ്യുന്ന കാര്യം, ഇവിടെ ഒരു മോഡ് മെട്രിക്സിന്റെ രീതിയിലാണ് നമ്മൾ പറയുന്നത്.
കേട്ടാ. അപ്പൊ ഇവിടെ പറയുമ്പോൾ ഇത് നമ്മൾ പഠിച്ച പോലെ ചെയ്താൽ മതി. ആദ്യത്തെ ഓർഡിനേറ്റ് താഴെ തന്നെ 5-1, ഈ രണ്ടാമത് എഴുതിയിട്ടുള്ള 1 എന്നുള്ളത് മോൾ ക്യൂ നിങ്ങൾ എഴുതുമ്പോൾ അങ്ങനെ എഴുതിയാൽ മതി കേട്ടോ. 5-1 അപ്പർ 1, 5-2 അപ്പർ 1. ഓക്കെ, സോ വിത്ത് റെസ്പെക്ട് ടു ദി മോഡ് 1ലെ വാല്യൂസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതെന്ന് പറയുന്നത് 5-1, 5-2, അതായത് 5-1 എന്ന് പറയുമ്പോൾ എന്താ, ഫസ്റ്റ് മാസിന്റെ ആണത് 5-1 എന്ന് പറയുന്നത് കേട്ടോ. 5-2 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് സെക്കൻഡ് മാസിന്റെ വൈബ്രേഷൻ ആൻഡ് ഫസ്റ്റ് മോഡ്. ഓക്കെ, ആ രീതിയിലാണ് ഈ മെട്രിക്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇൻറ്റു Q1 പ്ലസ് ഇനി 5-1, 5-2 എന്ന് പറയുന്ന ഈ ഓരോ മാസിന്റെയും സെക്കൻഡ് മോഡിലുള്ള ആ മോഡ് വെക്ടർ എന്നുള്ള രീതിയിൽ അതിനെ സെറ്റ് ചെയ്യുക. ഇൻറ്റു Q2 പ്ലസ് എത്രയാണെന്ന് വെച്ചാൽ അങ്ങനെ ഇൻറ്റു Qn, ആ രീതിയിലാണ് നമ്മൾ ഇവിടെ ചെയ്യണത്. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സിനെ എങ്ങനെ എഴുതാം, എക്സ് ഈക്വൽ ടു ഇപ്പൊ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ 5-1-1, 5-1-2, 5-1-3 ആ രീതിയിൽ ഫസ്റ്റ് റോ വരില്ലേ, പിന്നെ ആ രീതിയിൽ വരും. അപ്പൊ അതിനെ നമ്മൾ ഒന്ന് സോർട്ട് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് പറയാം ഫസ്റ്റ് മാസിന്റെ ഇത് ഇൻറ്റു സെക്കൻഡ് മാസിന്റെ മോഡ് ഷേപ്പ് ഇൻറ്റു ഈ രീതിയിലാണ് നമ്മൾ ഇതിനെ എഴുതണേ. ഇൻറ്റു Q1 ഇങ്ങനെ എഴുതാം കേട്ടോ. ഇതിനെ നമുക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്യാം, റെപ്രസെന്റ് ചെയ്യാം, Q1, Q2, Q3. ഓക്കെ, നൗ നമ്മൾ എക്സിനെ മാറ്റി. എക്സ് എന്നുള്ളത് ദാറ്റ് ഈസ് ഈക്വൽ ടു, ഓക്കെ, എക്സ് ഈക്വൽ ടു എന്ത് പറയാം, ഇതിനെ ജനറലൈസ് ചെയ്ത് പറയുമ്പോൾ നമുക്ക് ഇത് എന്ത് പറയാം, മോഡ് മെട്രിക്സ് അല്ലെ. മോഡ് ഷേപ്പ് അല്ല, ഷേപ്പ് എന്ന് പറയുമ്പോൾ വരയ്ക്കുമ്പോഴാണല്ലോ മോഡ് ഷേപ്പ് എന്ന് പറയുന്നത്. സോ ഇതിനെ നമ്മൾ മോഡ് മെട്രിക്സ് ആണ് പറയുന്നത് കേട്ടോ. 5, സോ ദാറ്റ് ഈസ് 5 ഇൻറ്റു എന്ത് പറയാം, ജനറലി ക്യൂ എന്ന് പറഞ്ഞാൽ മതി, എൻ എന്ന് എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ എക്സ് ഈക്വൽ ടു നമ്മൾ എന്ത് എഴുതി, മോഡ് മെട്രിക്സ് അല്ലെങ്കിൽ മോഡൽ മെട്രിക്സ് എന്ന് പറയും, ദാറ്റ് ഇൻറ്റു ക്യൂ. ക്ലിയർ അല്ലേ? നമുക്ക് ആ എക്സ് എന്നുള്ളത് ഇതിനെ മാറ്റിയാണ് നമ്മൾ ഈ പ്രോസസ്സിൽ നമ്മൾ എക്സ് എന്നുള്ള കോർഡിനേറ്റിനെ മാറ്റി നമ്മൾ ക്യൂവിന്റെ രീതിയിലേക്ക് കൊണ്ടുവരികയാണ്. ഓക്കെ, സോ എക്സ് എന്ന് പറയുന്നത് എന്താണ്, എക്സ് എന്ന് പറയുന്ന ഒറിജിനൽ കോർഡിനേറ്റ് എന്നാണ് എക്സിന്റെ പേര് അല്ലെ. എക്സ് ഈസ് ദ ഒറിജിനൽ കോർഡിനേറ്റ്. ഇനി നമ്മൾ ഇവിടെ കൊണ്ടുവന്ന ആ ക്യൂ എന്ന് പറയുന്നതിന്റെ പേരാണ് എന്ത്, മോഡൽ കോർഡിനേറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ നോർമൽ കോർഡിനേറ്റ് ഓർ ജനറലൈസ് കോർഡിനേറ്റ്, പ്രിൻസിപ്പൽ കോർഡിനേറ്റ്, നാച്ചുറൽ കോർഡിനേറ്റ് എന്നൊക്കെ പറയാം ഈ ക്യൂ എന്ന് പറയുന്നത്. ക്യൂ എന്ന് പറയുമ്പോൾ എക്സ് തന്നെയാണ്, പക്ഷെ ഒരു വേറിട്ട എക്സ് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ ഈ ഒരു എക്സിനെ നമ്മൾ എന്താക്കി മാറ്റുന്നു, ക്യൂ എന്നുള്ള രീതിയിൽ ആക്കുന്നു. ക്യൂ വന്നാലാണ് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുള്ളൂ, ആ കപ്ലിങ്ങിനെ റിലീസ് ചെയ്തിട്ട് അൺകപ്ലിങ് ആവാൻ പറ്റുള്ളൂ. എക്സിന്റെ രീതിയിൽ നിൽക്കുമ്പോൾ നമ്മൾ എന്താണ്, കപ്പിൾഡ് ഇക്വേഷൻസാ. നമുക്ക് അത് വേണ്ട, നമുക്ക് ആ മെത്തേഡ് ഓഫ് സൂപ്പർ പൊസിഷൻ ചെയ്യാനായിട്ട് നമുക്ക് എന്ത് വേണം, മറ്റേ ഇത് വേണം, അൺകപ്പിൾഡ് ആവണം. അൺകപ്പിൾഡ് ആവണമെങ്കിൽ നമ്മൾ വി ആർ ബ്രിങ്ങിങ് അനദർ സെറ്റ് ഓഫ് കോർഡിനേറ്റ്സ്, എന്താണ് അതിന്റെ പേര്, നാച്ചുറൽ കോർഡിനേറ്റ് ക്യൂ എന്നുള്ള രീതിയിൽ കൊണ്ടുവരികയാണ്. അപ്പോൾ എക്സിനെ ക്യൂ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, ഒരു മോഡൽ മെട്രിക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തില്ലേ. അതുകൊണ്ട് ഇതിനെ നമ്മൾ ഇൻ ദിസ് വേ ഹിയർ ഈ മോഡൽ മെട്രിക്സ് എന്തിന്റെ റോളാ ചെയ്യണേ, ഒരു ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് അല്ലേ. ട്രാൻസ്ഫോം ചെയ്യാണ് നമ്മുടെ എക്സിനെ നോർമൽ കോർഡിനേറ്റ് അല്ലെങ്കിൽ ഒരു നാച്ചുറൽ കോർഡിനേറ്റ് ആക്കി മാറ്റാനുള്ള റോളാണ് ഇവിടെ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ ഇത് ചിലപ്പോൾ ചോദിക്കാം കേട്ടോ, എക്സ്പ്ലെയിൻ ദ കപ്ലിംഗ് എന്നുള്ള രീതിയിൽ, കോർഡിനേറ്റ് കപ്ലിംഗ് എന്നുള്ള രീതിയിൽ ചോദിക്കാം, തിയറി ആയിട്ട് വരെ ചോദിക്കാം. അപ്പൊ നമ്മൾ എക്സ് ഈക്വൽ ടു 5 മോഡൽ മെട്രിക്സ് ഇൻറ്റു ക്യൂ എന്നുള്ളത് എഴുതി. ഇനി ഇത് എഴുതി കഴിഞ്ഞാൽ നമ്മൾ യൂഷ്വലി എന്താ ചെയ്യുന്നത്, ഒരു അൺഡാംപ് സിസ്റ്റത്തിൽ വിത്ത് നോ ഡാമ്പിങ് അൺഡാംപ്ഡ് ഒരു ഫോഴ്സ്ഡ് വൈബ്രേഷൻ സിസ്റ്റം, നമ്മൾ ഫോഴ്സ്ഡ് വൈബ്രേഷനിലല്ലേ തുടങ്ങിയേ. നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു, ഇതല്ലേ നമ്മൾ കൺസിഡർ ചെയ്തത്, ജനറലൈസ്ഡ് ആയിട്ട് ഇങ്ങനെയായിരുന്നു നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നത്. 3DOF ആയതുകൊണ്ട് എം എന്ന് പറയുന്നത് ഇത്, കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങനെ എഴുതി വെച്ച കാര്യമാണ്. അപ്പൊ അവിടെ നമ്മളിപ്പോ എക്സ് എന്തായി, എക്സ് ഈക്വൽ ടു 5 ഇൻറ്റു ക്യൂ എന്നുള്ള രീതിയിൽ ആക്കി വെച്ചു, മോഡൽ മെട്രിക്സ് ഇൻറ്റു അത് നാച്ചുറൽ കോർഡിനേറ്റ്. ഇത് നമ്മൾ ചെയ്യണത് നമുക്കറിയാം, എം എക്സ് ഡബിൾ ഡോട്ട് പ്ലസ് കെ മെട്രിക്സ് എക്സ് ഇത് ഈക്വൽ ടു ഇതാണ്. അപ്പോ എക്സ് എന്താണ്, എക്സ് എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു ക്യൂ എന്ന് എഴുതിയാൽ എൻ എന്ന് എഴുതണം എന്നില്ല, ക്യൂ എൻ എന്ന് എഴുതിയാലും കുഴപ്പമില്ല. NDOF ആണെങ്കിൽ ക്യൂ എൻ എന്ന് വരും കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണു, നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യം എക്സ് ഡബിൾ ഡോട്ട്, എക്സ് ഇതാണെങ്കിൽ എക്സ് ഡബിൾ ഡോട്ട് എന്തായിരിക്കും, ഇവിടെ നമ്മൾ എക്സിന്റെ പകരമാണ് ക്യൂ കേട്ടോ. ഓക്കെ, അപ്പോൾ എന്ത് വരും, എം ഇൻറ്റു 5 ഇൻറ്റു ക്യൂ എൻ ഡബിൾ ഡോട്ട് അല്ലേ വരും, എക്സിന്റെ പകരക്കാരനാണ് ക്യൂ. എക്സ് ഒറിജിനൽ കോർഡിനേറ്റ്, ക്യൂ എന്ന് പറയുന്നത് നമ്മുടെ നാച്ചുറൽ കോർഡിനേറ്റ്. പ്ലസ് ഇങ്ങനെ എഴുതി കൂടെ, ഇതല്ലേ നമ്മുടെ ഇക്വേഷൻ വരിക, സബ്സ്റ്റിറ്റ്യൂട്ടിങ് this transformation thing in our equation 2. ഇക്വേഷൻ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ അതിനെ പ്രസന്റ് ചെയ്യാം. ഓക്കെ അല്ലേ? ഇനി നമ്മൾ എന്തിനാ ഇതൊക്കെ ചെയ്തതെന്ന് വെച്ചാൽ അവസാനം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ ഈ മെട്രിക്സ്, മാസ് മെട്രിക്സ് ഓൾറെഡി ഇവിടെ എന്താ പറയുന്ന ഡയഗണൽ തന്നെയായിരുന്നു. പക്ഷെ ഈ കെ മെട്രിക്സ് എന്തായിരുന്നു,
ഓഫ് ഡയഗണൽ എലിമെന്റ്സിന് വാല്യൂ ഉണ്ടായിരുന്നു. അതിനെ മാറ്റുക എന്നുള്ള പരിപാടിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യണേ. നമുക്ക് ഇവിടേക്ക് 0 വേണം, 0 വേണം, ഓഫ് ഡയഗണൽ എലിമെന്റ്സ് എല്ലാം 0 ആവണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യം ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്പോൾ നമ്മൾ ഇവിടെ വരെ എത്തി. ഇവിടെ വരെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഓർത്തോഗണാലിറ്റി പഠിച്ചൊരു കാര്യം ഒന്ന് ജസ്റ്റ് മനസ്സിലാലോചിച്ച് കഴിഞ്ഞാൽ വി ആർ ജസ്റ്റ് മൾട്ടിപ്ലൈയിങ് ദിസ് ഇക്വേഷനെ നമ്മൾ 5 ട്രാൻസ്പോസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പോൾ എന്ത് വരും? 5 ട്രാൻസ്പോസ് എം ഇൻറ്റു 5 ഇൻറ്റു ക്യു എൻ പ്ലസ് ഇവിടെ 5 ട്രാൻസ്പോസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ വലതുഭാഗത്തും 5 ട്രാൻസ്പോസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിനെ ശരിക്കും നമ്മൾ എം എക്സ് ഡബിൾ ഡോട്ട് എന്നല്ലേ പറയാം. ഇവിടെ എമ്മിന്റെ സ്ഥാനത്ത് ഇത്രയും ഒരു പോർഷൻ അല്ലേ വന്നേ? ഇതാ, ഇതാണ് എമ്മിന്റെ പ്ലേസിൽ ഇപ്പോൾ ഒക്യുപ്പൈ ചെയ്യണേ. 5 ട്രാൻസ്പോസ് എം ഇൻറ്റു 5 എന്ന് പറയുന്ന രീതിയിലാണ്. അതുകൊണ്ട് ഈ ഒരു പോർഷനെ നമ്മൾ പറയുന്നത് മോഡൽ മാസ് എന്നാണ്. മാസ് മോഡിഫൈ ആയി അല്ലേ? സോ ഇറ്റ് ഈസ് മോഡൽ മാസ് എന്നാണ് ഇതിന് പറയുക. ഓക്കെ, അപ്പൊ ഇതെന്തായിരിക്കും? ദിസ് ഇസ് മോഡൽ സ്റ്റിഫ്നെസ്. ഇത് കപ്ലിംഗ് ചെയ്യണ രീതിക്ക് വരുന്ന കാര്യം. കപ്ലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്തത്. അല്ല സോറി, അൺകപ്ലിംഗ് ചെയ്യാനായിട്ട്, കപ്ലിംഗ് ഒഴിവാക്കാൻ. ഓക്കെ, അൺകപ്ലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ 5 ട്രാൻസ്പോസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടി. സോ ദിസ് ഇസ് മോഡൽ മാസ്, ദിസ് ഇസ് മോഡൽ സ്റ്റിഫ്നെസ്. അപ്പോൾ വലതുഭാഗത്ത് വരുന്ന ഫോഴ്സ് എന്തായി? അത് മോഡലായി പോയി അല്ലേ? അപ്പം ദാറ്റ് ഇസ് മോഡൽ ഫോഴ്സ്. അങ്ങനെയാണ് ഇതിനെ നിങ്ങൾ നെയിം ചെയ്യേണ്ടത്. നൗ ഇതിൽ പറയുന്ന ഒരു കാര്യം, ഇനി ഇങ്ങനെ വരുമ്പോൾ വൈൽ ഡൂയിങ് ദിസ് പ്രോസസ് ഇറ്റ് ഈസ് കമ്മിങ് ലൈക്ക് ദാറ്റ്. ഇങ്ങനെ ചെയ്യുമ്പോൾ മോഡൽ മാസും മോഡൽ സ്റ്റിഫ്നെസ്സും ബൈ ഓർത്തോഗണാലിറ്റി പ്രോപ്പർട്ടി ഡയഗണൽ മെട്രിക്സ് ഓട്ടോമാറ്റിക്കലി ആവും എന്നാണ് പറയുന്നത്. അപ്പോൾ അത് സത്യത്തിൽ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഇത് ഇങ്ങനെ നോട്ട് ചെയ്ത് പഠിക്കുക. ഇത് തിയറി ആയിട്ട് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ ആക്ച്വലി ഇത് ഇങ്ങനെ തന്നെയാണ്, അതിൻ്റെ മാത്തമാറ്റിക്സിലാണൊരു നമുക്കൊരു ക്ലാരിറ്റി വരേണ്ടത്. അത് കിട്ടുകയാണെങ്കിൽ ഞാൻ പിന്നെ പറയാം കേട്ടോ. സോ ബൈ ഓർത്തോഗണാലിറ്റി പ്രോപ്പർട്ടി ദിസ് തിങ് ആൻഡ് ഈ ഒരു എന്തായി മാറും? ദിസ് സെറ്റ് ഓഫ് 5 ട്രാൻസ്പോസ് എം 5 എന്ന് പറയുന്നതും ഇതും എന്തായി മാറി? ഡയഗണൽ മെട്രിക്സ് ആയി മാറി. ഓക്കെ, സോ ഇതെന്തായി മാറും? എം കണ്ടോ, ഇത് 5 ട്രാൻസ്പോസ് എം 5 എന്ന് പറയുമ്പോൾ ഓൺലി അവിടെ ഡൈനാമിക്കലി ഓൾറെഡി അതെന്തായിരുന്നു? അൺകപ്പിൾഡ് തന്നെയായിരുന്നു. അപ്പം അതിവിടെ ഓഫ് ഡയഗണൽ എലമെന്റ്സ് 0 ആവും. ദിസ് പോർഷൻ ഇസ് മേക്കിംഗ് ക്ലിയർ ദാറ്റ് ഇത് ഇങ്ങനെയാണ് വരുന്നത്. ഇനി ഇത് ഇങ്ങനെ വരുമ്പോൾ അവിടെ എന്താ വരുന്നുള്ളൂ? കെ വാല്യൂസ്, ഈ ഡയഗണലിൽ മാത്രമേ വാല്യൂ ഉണ്ടാവുള്ളൂ. ഇവിടെ ഈ മോഡൽ സ്റ്റിഫ്നെസ് എന്ന് പറയുമ്പോൾ ആക്ച്വലി അത് ഇങ്ങനെ ഡയഗണൽ മെട്രിക്സ് ആണ്. ഓക്കെ, സോ നമ്മൾ എന്താ പറഞ്ഞേ? നമ്മൾ ഈ Q1 Q2 എന്ന് പറയുന്ന ഈ ഒരു നാച്ചുറൽ കോർഡിനേറ്റ്സ് കൊണ്ടുവരുമ്പോൾ ഓട്ടോമാറ്റിക്കലി മാത്തമാറ്റിക്കലി ഇറ്റ് ഈസ് ബിക്കമിങ് ഡയഗണൽ. സോ എന്തായി? നമ്മുടെ ആ കപ്ലിംഗ് എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ നിന്ന് നമ്മൾ റിലീസ് ചെയ്തിട്ട് നമ്മുടെ സിസ്റ്റത്തിനെ നമ്മൾ എന്താക്കി മാറ്റി? അൺകപ്പിൾഡ് ആക്കി മാറ്റി. മനസ്സിലായോ? നൗ ദി ഇക്വേഷൻ ഓഫ് മോഷൻ ഇസ് ട്രാൻസ്ഫർ ടു കോർഡിനേറ്റ് ഫ്രം എക്സ് കോർഡിനേറ്റ് എന്ന് മാറി ഈച്ച് ഓഫ് ദി ഇക്വേഷൻ. ഇപ്പോൾ ഇവിടെ നിന്ന് 0 0 ആണ്. അപ്പോൾ എക്സിന്റെ Q1 എന്ന് പറയുമ്പോൾ Q1ന്റെ കാര്യങ്ങൾ മാത്രമേ വരുള്ളൂ. Q2 എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് വരുമ്പോൾ Q2ന്റെ മാത്രമേ വരുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാം എന്തായി? ഇൻഡിപെൻഡന്റ് സെറ്റ് ഓഫ് ഇക്വേഷൻസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഈ മെത്തേഡ് ഓഫ് സൂപ്പർ പൊസിഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇതാണ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം നമുക്കിങ്ങനെ എന്തായിരിക്കും? കപ്ലിംഗ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ തന്നിട്ട് നമ്മളതിനെ അൺകപ്പിൾഡ് ആക്കുക എന്നുള്ളതായിരിക്കും. അപ്പോൾ ഇതുപോലെ പഠിക്കാം കേട്ടോ. ദാറ്റ് ഈസ് കോർഡിനേറ്റ് കപ്ലിംഗ്. ആക്ച്വലി ഇറ്റ് ഈസ് എ ലിങ്ക് ടു അവർ സൂപ്പർ പൊസിഷൻ മെത്തേഡ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണെങ്കിൽ ഒന്ന് പറയോ, അപ്പോൾ നമുക്ക് അടുത്തേക്ക് പ്രൊസീഡ് ചെയ്യാലോ കേട്ടോ. ഓക്കെ, സോ ദിസ് ഈസ് കോർഡിനേറ്റ് കപ്ലിംഗ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. തിയറി ആയിട്ട് ചോദിക്കാം, വേണമെങ്കിൽ ഒരു 5 മാർക്കിന് 7 മാർക്കിന് ഡെബിറ്റ് റൈറ്റ് ചെയ്യാൻ ചോദിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പഠിച്ചിട്ട് തന്നെ എഴുതണം. ക്ലിയർ അല്ലേ? ഈ നോട്ടിലുള്ളത് അതുപോലെ തന്നെയാണ് പഠിക്കേണ്ടത്. ക്ലിയർ ആയവരെ ഒന്ന് ഓക്കെ പറഞ്ഞാൽ ഞാൻ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം കേട്ടോ. നമ്മൾ ക്ലാസ്സിൽ ഇനി പറയില്ല. ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രമേ പറയുള്ളൂ. ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓക്കെ പറഞ്ഞോളൂ. അനു ഓക്കെ അല്ലേ? ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് കോർഡിനേറ്റ് കപ്ലിംഗ് എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ ഫിനിഷ് ചെയ്തു. നൗ വി ആർ മൂവിങ് ടു അവർ നെക്സ്റ്റ്. ഇത് തിയറി ആയിട്ടും ചോദിക്കാം. ഇത് ആക്ച്വലി ഇത് 4th മൊഡ്യൂളിലെ പ്രോസസ്സാണ് കേട്ടോ. 4th മൊഡ്യൂളിൽ നമ്മൾ നമ്മൾ 3rd മൊഡ്യൂളാണ് ഐഗൺ വാല്യൂ പ്രൊസീജിയർ ചെയ്തത് അല്ലേ? 4th മൊഡ്യൂളിൽ ഫോഴ്സ്ഡ് വൈബ്രേഷൻ മാത്രമല്ല കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ ഫ്രീ വൈബ്രേഷനിലെ ചോദ്യവും മോഡ് സൂപ്പർ പൊസിഷൻ മെത്തേഡ് ചെയ്യാനായിട്ട് ചോദിക്കുന്നുണ്ട്. ഓക്കെ,
അപ്പോൾ അതിൻ്റെ രീതിയിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന 4th മൊഡ്യൂളിൻ്റെ പ്രൊസീജിയറാണ് മോഡ് സൂപ്പർ പൊസിഷൻ മെത്തേഡ്. അപ്പോൾ അതിൽ ഇത് നമ്മൾ പറഞ്ഞ ഈ കാര്യങ്ങൾ തന്നെയാണ് വരിക. കാരണം നമുക്ക് ഈ കപ്ലിംഗ് എന്നുള്ളതിനെ അൺകപ്പിൾഡ് ആക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെയാണ് നമ്മളിവിടെ ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. 3DOF-ൽ നമ്മൾ ദിസ് ഈസ് അവർ ഇക്വേഷൻ ഓഫ് എന്നുള്ളത് പറഞ്ഞു. സെയിം കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. മാസ് മെട്രിക്സ് എന്താണ് ഡൈനാമിക്കലി കപ്പിൾ സ്റ്റാറ്റിക്കലി കപ്പിൾഡ് ഡയഗണൽ എന്നുള്ളത് പറഞ്ഞു. നൗ ഇതിൽ വരുമ്പോൾ മോഡ് ഷേപ്പ് ഇത് സെയിം തന്നെയല്ലേ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇതെല്ലാം നമ്മൾ സെയിം കാര്യങ്ങൾ, അത് ഇനി പറയേണ്ട ആവശ്യമില്ല, ഓൾറെഡി നമ്മളിത് പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ 5 ട്രാൻസ്പോസ് എം 5 ഇൻറ്റു ക്യൂ, ഇതിനെ നമ്മൾ മോഡൽ മാസ് എന്ന് പറയുന്നു. ദിസ് ഇസ് മോഡൽ സ്റ്റിഫ്നെസ്, ദിസ് ഇസ് മോഡൽ ഫോഴ്സ്. ഓക്കെ, നൗ ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എന്താ വരണേ, ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഡയഗണൽ മെട്രിക്സ് ആണ് കിട്ടുന്നത്. അതുപോലെ ഡയഗണൽ വാല്യൂസ് മാത്രം പോസ് ചെയ്യുന്ന സ്റ്റിഫ്നെസ് മെട്രിക്സ് കിട്ടുന്നു. സോ ബോത്ത് ആർ ഡയഗണൽ, സോ ദാറ്റ് ഈസ് ഡയഗണാലിറ്റി വരുമ്പോൾ തന്നെ നമുക്കത് കപ്പിളിംഗ് എന്നുള്ള രീതിയിൽ അൺകപ്പിൾഡ് ആയി പോകും. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും ഒരു കാര്യങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ഇനി നമ്മൾ ഇതിൽ എനിക്ക് തോന്നുന്നു നമുക്ക് ആ പ്രോബ്ലം പറഞ്ഞ് ചെയ്യായിരിക്കും കുറച്ചും കൂടി ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ ഒരു സ്റ്റെപ്പുള്ള രീതിയിൽ പറയാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക കേട്ടോ, പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഇതാണ് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുള്ള ക്ലാസ്സിലത്തെ പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പറഞ്ഞതിന് ശേഷം നമുക്ക് അതിൻ്റെ ഒരു തിയറി സ്റ്റെപ്സിലേക്ക് പോവാം. Okay, now obtain the response for a 2DOF system using mode superposition method at time t equal to 0.2 second എന്നാണ് പറയുന്നത്. System is having mass m120 mass, ഇത് k1 and k2 തന്നിട്ടുണ്ട് കേട്ടോ. k2 എഴുതാൻ വിട്ടുപോയതാണ്. k2ൻ്റെ വാല്യൂ ഉണ്ട്. k2 എനിക്ക് തോന്നുന്നു 200 ന്യൂട്ടൺ പെർ മീറ്റർ, അത് ഞാൻ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താണ്, ഒരു 2DOF സിസ്റ്റം ആണ്. സൂപ്പർ പൊസിഷൻ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ റെസ്പോൺസ് എക്സ് എന്ന് പറയുന്ന റെസ്പോൺസ് കണ്ടുപിടിക്കണം. അറ്റ് ടൈം t equal to 0.2 seconds. Okay, system is having mass m1 20 kg, m2 k1 300 and k2 200 Newton per meter. Initial conditions x0 എന്ന് പറയുന്നത് 2 3. ഫസ്റ്റ് മാസിൻ്റെ ഡിസ്പ്ലേസ്മെന്റ് ആണ് 2, സെക്കൻഡ് മാസിൻ്റെ 3 ആണ്. ഓക്കെ, x0 ഈക്വൽ ടു 2 3 മീൻസ് 2DOF ആണല്ലോ. ഫസ്റ്റ് മാസിൻ്റെ ആണ് 2 ഇനീഷ്യൽ, x0 1 2, x0 2 ആണ് 3. അതുപോലെ v0 എന്ന് പറയുമ്പോൾ എന്താണ്, v0 1 വെലോസിറ്റി, ഫസ്റ്റ് മാസിൻ്റെ 0 സെക്കൻഡ് മാസിൻ്റെ 0, ഇത്രയാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോബ്ലം നമ്മൾ എങ്ങനെ മോഡ് സൂപ്പർ പൊസിഷൻ മെത്തേഡ് ചെയ്യാം. ആദ്യം നമ്മൾക്ക് അതിൻ്റെ ഫിഗർ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെയല്ലേ എൻ്റെ ഇത് വരിക, പിക്ചർ ഇങ്ങനെയല്ലേ വരിക. മാസ് m1 20 കിലോഗ്രാം ലേബിൾ ചെയ്യുന്നു, അസോസിയേറ്റഡ് k1 300 ആൻഡ് ഇവിടുത്തെ 200 ആണ് കിലോഗ്രാം ന്യൂട്ടൺ, അത് ക്വസ്റ്റിൽ ആഡ് ചെയ്യാം. നൗ സെക്കൻഡ് മാസ് തന്നിട്ടുണ്ട്. നൗ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെയിം ആണ്, നമ്മൾ മറ്റേതിൽ പഠിച്ച അതേ കാര്യം, പകുതി സ്റ്റെപ്പ് അത് തന്നെയാണ്. അതായത് യു ഹാവ് ടു ഡിറ്റർമിൻ ദി നാച്ചുറൽ ഫ്രീക്വൻസി ആൻഡ് മോഡ് മെട്രിക്സ് ബൈ ഐഗൻ വാല്യൂ മെത്തേഡ്. നമ്മൾ പഠിച്ചിട്ടുള്ള ഐഗൻ വാല്യൂ മെത്തേഡ് വെച്ചിട്ട് തന്നെ ചെയ്യുന്നു. ക്യാരക്ടറിൻ്റെ ഇക്വേഷൻ ഒക്കെ ഫോം ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് എന്താ കിട്ടുക, നമുക്ക് എന്ത് കിട്ടും, 5 1 കിട്ടില്ലേ. 5 1 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, 2 മാസമല്ലേ, x1 ഉണ്ട് x2 ഉണ്ട്. x1 അപ്പോൺ ദി ഫസ്റ്റ് മോഡ്, x2 അപ്പോൺ ദി ഫസ്റ്റ് മോഡ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, 5 1 എന്ന് പറയുക. 5 1 കിട്ടില്ലേ. അതുപോലെ നമുക്ക് എന്ത് കിട്ടും, 5 2 കിട്ടില്ലേ. രണ്ടാമത്തെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസിയിൽ നമുക്ക് 5 1 കിട്ടും, മറ്റേതിലാണെങ്കിൽ നമുക്ക് 5 2 എന്ന് പറയുന്ന രീതിയിൽ കിട്ടും. അതിൻ്റെ ശേഷം നമ്മൾ മോഡ് ഷേപ്പ് മെട്രിക്സ് എന്നുള്ള രീതിയിൽ അതിനെ ഒന്ന് എഴുതി വെക്കാം. എക്സാമ്പിൾ ആലോചിച്ചോളൂ, x11 x21 എന്നുള്ളതൊരു കോളം വൈസ് 1 3 എന്ന് കിട്ടിയെന്ന് വിചാരിക്കുക, മറ്റേത് 1 4 എന്ന് കിട്ടിയെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഒരു മെട്രിക്സിലാക്കി കൂടെ 1 3 1 4 എന്നുള്ള രീതിയിൽ നമുക്ക് അതിൻ്റെ മെട്രിക്സിനെ അവതരിപ്പിക്കാം കേട്ടോ. അതാണ് നമ്മുടെ മോഡ് ഷേപ്പ് മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ സെക്കൻഡ് എന്ന് പറയുന്നത് മോഡൽ മാസും മോഡൽ സ്റ്റിഫ്നെസ് മെട്രിക്സ്. മോഡൽ മാസ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, 5 ട്രാൻസ്പോസ് m ഇൻറ്റു 5 എന്ന് പറയുമ്പോഴാണ് മോഡൽ മാസ്. മോഡൽ സ്റ്റിഫ്നെസ് 5 ട്രാൻസ്പോസ് k 5 എന്ന് പറയുമ്പോൾ മോഡൽ സ്റ്റിഫ്നെസ് മെട്രിക്സ്. അത് നമുക്ക് എഴുതണം കേട്ടോ. യു ഹാവ് ടു റൈറ്റ് ദി മെട്രിക്സ് ഓഫ് മോഡൽ മാസ് ആൻഡ് മോഡൽ സ്റ്റിഫ്നെസ്. അപ്പോൾ ആ രണ്ട് മെട്രിക്സും പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. അത് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇവിടെ നാച്ചുറൽ ഫ്രീക്വൻസി ഒമേഗ n1 ഒമേഗ n2 ഫസ്റ്റ് സ്റ്റെപ്പിൽ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഈ സ്റ്റെപ്പിൽ നമ്മൾ എന്താണ് ഇത് കണ്ടുപിടിക്കും, നാച്ചുറൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കും.
അത് ഫസ്റ്റിൽ കിട്ടിയതുപോലെ തന്നെയല്ലേ എന്ന് ചെക്ക് ചെയ്യുക. അത് എങ്ങനെയാന്നുള്ളത് ഞാൻ പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ് സെക്കൻഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 5 ട്രാൻസ്പോസ് ഇൻറ്റു എം ഇൻറ്റു മെട്രിക്സ് ഇൻറ്റു 5 ചെയ്തിട്ട് നമ്മൾ മോഡൽ മാസ് ഉള്ളത് എന്താണെന്നും മോഡൽ സ്റ്റിഫ്നെസ് എന്താണെന്നുള്ളതും കണ്ടുപിടിച്ചു വെക്കുന്നു. ഇവിടെ വേറൊരു രീതിയിൽ നമ്മൾ നാച്ചുറൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്നു. അത് ഇവിടെ കിട്ടിയ ഒമേഗ N1 ഒമേഗ N2 തന്നെയല്ലേ എന്നുള്ളത് കണ്ടുപിടിക്കുന്നു. ഓക്കെ, നൗ തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് യു ഹാവ് ടു കൺവേർട്ട് കപ്പിൾ ഡൈനാമിക് ഇക്വേഷൻ ടു അൺകപ്പിൾഡ് ഇക്വേഷൻ. അപ്പോൾ അതിനാണ് നമ്മൾ ആ ക്യൂ എന്നുള്ള രീതിയിലുള്ള സംഭവങ്ങൾ കൊണ്ടുവന്നിട്ട് നമ്മൾ യു ഹാവ് ടു മേക്കിംഗ് ഇവിടെ മോഡൽ മാസും മോഡൽ സ്റ്റിഫ്നെസ്സും വരുമ്പോഴാണ് എന്താ പറയുന്നത് ഡയഗണാലിറ്റി വരുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിൽ നിന്നുള്ള ഈ മോഡൽ മാസും മോഡൽ സ്റ്റിഫ്നെസ്സും ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കപ്പിൾഡ് ഇക്വേഷനെ അൺകപ്പിൾഡ് ഇക്വേഷൻ ആക്കുന്നു. ക്ലിയർ അല്ലേ? അപ്പൊ അതിനെന്താണ് ഒറിജിനൽ കോർഡിനേറ്റ്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒറിജിനൽ കോർഡിനേറ്റ് x0 എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. ഇത് ഒറിജിനൽ കോർഡിനേറ്റാ. x0 v0 എന്ന് പറയുന്നത് ഒറിജിനൽ കോർഡിനേറ്റാ. ഈ ഒറിജിനൽ കോർഡിനേറ്റ് അല്ലെങ്കിൽ ഇനീഷ്യൽ കണ്ടീഷൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്താ കണ്ടുപിടിക്കണേ? നമ്മുടെ നാച്ചുറൽ കോർഡിനേറ്റ് ആയിട്ടുള്ള Q1 Q2 കണ്ടുപിടിക്കണം. ഓക്കെ, അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് തേർഡ് സ്റ്റെപ്പ്. ഇനി അതിന്റെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് യൂസിങ് ദ നാച്ചുറൽ കോർഡിനേറ്റ്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ഒബ്റ്റെയിൻ ദ റെസ്പോൺസ്. ഈ റെസ്പോൺസ് പറയുമ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് x1 x2 തന്നെയാണ്. അപ്പം നമ്മൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഈ കപ്ലിംഗ് അൺകപ്പിൾഡ് ആക്കാനായിട്ട് ഉള്ള രീതിയിൽ Q1 Q2 കണ്ടുപിടിച്ചാലും അൾട്ടിമേറ്റ്ലി യു ഹാവ് ടു റിവേഴ്സ് ബാക്ക് ടു ദ ഒറിജിനൽ കോർഡിനേറ്റ്. ഓക്കെ, അപ്പൊ x1 x2 എന്താന്നുള്ളത് തന്നെ കണ്ടുപിടിച്ച് കൊടുക്കണം. x1 x2 എത്രയാന്നുള്ളത് ഇവിടെ ഡിഫറെന്റ് മോഡിലൊന്നും അല്ല, ജസ്റ്റ് ലാസ്റ്റ് നമുക്ക് ഉത്തരം x1 x2 എത്രയാന്നുള്ളതാണ് കിട്ടുന്നത് കേട്ടോ. ഈ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ x1 വരും x2 വരുമല്ലോ. അപ്പൊ നമ്മൾ Q1 Q2 കണ്ടുപിടിക്കുന്നു, എന്നിട്ട് സം മെട്രിക് ഓപ്പറേഷൻ ഒക്കെ ചെയ്തിട്ട് നമ്മൾ ആ x1 x2 കണ്ടുപിടിക്കും. വളരെ എളുപ്പമാണ്. നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്യുന്നുള്ളൂ. അപ്പൊ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കൺസെപ്റ്റും കാര്യങ്ങളും ക്ലിയർ ആവും കേട്ടോ. എന്തായാലും പകുതി സ്റ്റെപ്പ് ഓൾറെഡി നമുക്ക് അറിയുന്നതാണ്. അത് കഴിഞ്ഞിട്ട് 2-3 സ്റ്റെപ്സ് അങ്ങനെ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ സ്റ്റെപ്സും കാര്യങ്ങളും വരുന്നത്. അപ്പൊ അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഇതും കൂടി ഒന്ന് പറഞ്ഞു തീർക്കാം കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത്? നമ്മൾ പറഞ്ഞില്ലേ ഇത്രയും ഒരു പ്രീഫേസ് ആയിട്ട് നമുക്ക് കപ്ലിങ്ങിന്റെ കാര്യങ്ങൾ തന്നെ എന്താണ് സൂപ്പർ പൊസിഷൻ എന്ന് പറയുമ്പോൾ, സൂപ്പർ പൊസിഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഒരു ലിങ്കിങ് കിട്ടണം. ആ ലിങ്കിങ് മനസ്സിലാവാനായിട്ടാണ് നമ്മൾ ഈ കപ്ലിങ്ങിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് പറഞ്ഞു? ഓൾ അബൌട്ട് ദിസ്. ഇങ്ങനെ നമ്മൾ എന്തായി ഇങ്ങനെ മോഡൽ മാസ്, മോഡൽ സ്റ്റിഫ്നെസ്, എന്തായിരുന്നു ഇതിന്റെ പേര്? ഒരു മിനിറ്റ്. മോഡൽ മാസ് ആൻഡ് മോഡൽ സ്റ്റിഫ്നെസ് മെട്രിക്സ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ദാറ്റ് ഈസ് ഇതാവും അല്ലേ, അൺകപ്പിൾഡ് ആവും, ഇക്വേഷൻസ് അൺകപ്പിൾഡ് ആവും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ അതുവരെ പറഞ്ഞു. അതിനുശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഒരു രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഒമേഗ N1 ഒമേഗ N2 കണ്ടുപിടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞില്ലേ. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ സാധാരണ പഠിച്ച പോലെ ഒമേഗ N1 ഒമേഗ N2 കണ്ടുപിടിക്കും. ഓക്കെ, രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഒമേഗ N1 ഒമേഗ N2 കണ്ടുപിടിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഇക്വേഷൻ, വൺസ് ഈ മെട്രിക്സ് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒമേഗ N1 ഈക്വൽ ടു, ഇവിടെ ഒരു വാല്യൂ ഉണ്ടായിരിക്കും. ഇവിടെ ഒന്നും വാല്യൂ ഇല്ലല്ലോ, ഇവിടെ രണ്ട് ഓഫ് ഡയഗണൽസ് വാല്യൂ ഇല്ല. ഇവിടെ ഫസ്റ്റ് K11 ഉണ്ടായിരിക്കും, ഇവിടെ വരുമ്പോൾ K22, ഇവിടെ K33, അങ്ങനെയല്ലേ പോണേ. അപ്പൊ നമ്മുടെ ഒമേഗ N1 ഇക്വേഷൻ സ്ക്വയർ റൂട്ട് ഓഫ് ദിസ് വാല്യൂ K1. ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താ? റൂട്ട് K/M അല്ലേ. അപ്പൊ നമ്മൾ ഈ മെട്രിക്സ്, ഈ ഡയഗണൽ മെട്രിക്സിന്റെ രീതിയിൽ ഇത് വന്നു കഴിഞ്ഞാൽ റൂട്ട് ഓഫ് K11 ബൈ M11 വരുമ്പോൾ നമുക്ക് ഒമേഗ N1 കിട്ടും. ഒമേഗ N2 എന്ന് പറഞ്ഞാൽ എന്താ? റൂട്ട് K22 ബൈ M22 ചെയ്ത് കഴിഞ്ഞാൽ ഇത് വരും. യൂഷ്വലി പരീക്ഷയ്ക്കല്ല, നമ്മുടെ 2DOF സിസ്റ്റം മാത്രമേ ചോദിക്കുള്ളൂ. 3DOF ഒന്നും ഈ സൂപ്പർ പൊസിഷനിൽ ചോദിക്കില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ ചെയ്യുന്ന ടൈപ്പ് മാത്രമാണ്. കാരണം ലെങ്തി ആയതുകൊണ്ട് 3DOF ഒന്നും ചോദിക്കാൻ ചാൻസ് ഇല്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതാണ് ഞാൻ പറഞ്ഞത്, ഒമേഗ N1 ഒമേഗ N2 ഈ രീതിയിൽ കണ്ടുപിടിക്കാം. ഓക്കെ, എന്നിട്ട് അവിടെ കിട്ടിയ വാല്യൂ തന്നെയല്ലേ ഇവിടെ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ പറഞ്ഞ കാര്യം. രണ്ടാമത്തെ സ്റ്റെപ്പ് അതുവരെ ഓക്കെ ആയി അല്ലെ. മോഡൽ മാസും മോഡൽ സ്റ്റിഫ്നെസ്സും കണ്ടുപിടിക്കുന്നു. അതിന്റെ ശേഷം ഒമേഗ N1 N2 കണ്ടുപിടിക്കുന്നു. അതിനുശേഷം നമ്മൾ ഇവിടെ നമുക്കറിയാം ഇതിനെ MQ നമ്മൾ ക്യൂയുടെ ടേമിലാണ് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് പറയാം? M11 Q1 ഡബിൾ ഡോട്ട് പ്ലസ് K11 Q1 ഈക്വൽ ടു F1. ഇവിടെ സെക്കൻഡ് ആവുമ്പോൾ എന്ത് വരും? സെക്കൻഡ് മാസിന് എന്ന് പറയുമ്പോൾ M22 വാല്യൂ മാത്രമല്ലേ വരുള്ളൂ. സെക്കൻഡ് സ്റ്റിഫ്നെസ് പറയുമ്പോൾ K22 മാത്രമേ വരുള്ളൂ. Q2 ഈക്വൽ ടു F2 എന്ന് വരും.
M33 പ്ലസ് 2DOF ആകുമ്പോൾ നമുക്ക് ഇത്ര ഈ വാല്യൂ ഉള്ളൂ. ഓക്കെ, സോ ദിസ് ഈസ് ദി സെറ്റ് ഓഫ് ഇക്വേഷൻസ് റെപ്രസെൻറ്റിംഗ് ദി ഇക്വേഷൻ ഓഫ് മോഷൻ. അപ്പോൾ ഈ രീതിയിലാണ് ഈ ഡയഗണലിൽ നിന്ന് നമുക്ക് എഴുതി നോക്കുമ്പോൾ എങ്ങനെയാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ജസ്റ്റ് അതൊന്ന് നോട്ട് ചെയ്യുക. അതിന് ശേഷം നമുക്ക് ദിസ് ഇസ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണെങ്കിൽ ഇങ്ങനെ അല്ലേ, M11 ഫസ്റ്റ് മാസ് എന്ന് പറയുമ്പോൾ ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് M11 ആണുള്ളത്. M11 ഇൻറ്റു Q1 അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് നാച്ചുറൽ കോർഡിനേറ്റിൽ പ്ലസ് ഇത് ദാറ്റ് സെക്കൻഡ് മാസ് ആകുമ്പോൾ M22 അല്ലേ, അപ്പോൾ ആ രീതിയിലാണ് ഇത്. ഓക്കെ, അപ്പോൾ ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല, ഇത് NDOF ആകുമ്പോഴാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ജനറേറ്റ് ചെയ്തു. ഇനി ഇത് തന്നെ നമ്മൾ ഫ്രീ വൈബ്രേഷൻ ആണെങ്കിലോ, കാരണം എക്സാമിന് ഫോഴ്സ്ഡ് വൈബ്രേഷൻ അല്ല നമ്മുടെ ഇതും ചോദിക്കാറുണ്ട്, സൂപ്പർ പൊസിഷൻ യൂസിങ് ദി ഫോർ ദി ഫ്രീ വൈബ്രേഷൻ. അപ്പോൾ എന്താണ് ഫ്രീ വൈബ്രേഷൻ്റെ കേസിൽ ഇതല്ലേ നമ്മുടെ ഇക്വേഷൻ ഈക്വൽ ടു 0 വരില്ലേ. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് നോട്ട് ചെയ്യാം. ഇനി നമ്മൾ പറഞ്ഞു നമുക്ക് Q1 എന്താണെന്നാണ് വേണ്ടത് അല്ലേ, Q1 എന്താണെന്നുള്ളത് വേണം. അപ്പം ജസ്റ്റ് ആലോചിച്ചോളൂ, നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഫ്രീ വൈബ്രേഷൻ പഠിച്ചപ്പോൾ എന്താണ് അൺഡാംപ്ഡ് ഫ്രീ വൈബ്രേഷൻ, ദിസ് ഇസ് ദ ഇക്വേഷൻ. സോ വാട്ട് ഈസ് ദ റെസ്പോൺസ്, അതിൻ്റെ റെസ്പോൺസ് ഇക്വേഷൻ എന്തായിരുന്നു, x1 ഈക്വൽ ടു x ഓഫ് ടി ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടില്ലേ. അപ്പം അത് ഇങ്ങനെ ആയിരുന്നില്ലേ, x0 cos omega in t പ്ലസ് v0 by omega n sin omega n t ആയിരുന്നു. ഇവിടെ നമ്മൾ നാച്ചുറൽ കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് അതിനെ മാറ്റി. ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യോ, അത് കാണുന്നില്ലേ നോക്കാം, ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റുമോ? അൽത്താഫ് കേൾക്കുന്നില്ലേ? ശരി ശരി, ഓക്കെ. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ഇതിനെ എങ്ങനെ ആക്കി വെച്ചു. അപ്പം നമ്മൾ എന്താ, നമുക്ക് ഇതിൻ്റെ റെസ്പോൺസ് വേണം, Q1 എന്ന് പറയുന്നതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, പ്രോബ്ലം ചെയ്യുമ്പോൾ കൂടുതലും മനസ്സിലാവും കേട്ടോ, അത് ഞാൻ ഇപ്പോൾ തിയറി എന്നുള്ള രീതിയിൽ പറയുകയാണ്. അപ്പോൾ ദിസ് ഇസ് അവർ എന്താ പറയുക മോഡിഫൈഡ് നാച്ചുറൽ കോർഡിനേറ്റിൻ്റെ രീതിയിൽ നമ്മൾ മോഡിഫൈ ചെയ്തിട്ടുള്ള ഇക്വേഷൻസിൻ്റെ സെറ്റ് ഇതാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് റെസ്പോൺസ് Q1 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രം ദിസ് ഇക്വേഷൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് സോൾവ് ഒക്കെ ചെയ്തപ്പോൾ നമുക്ക് റെസ്പോൺസ് ഇക്വേഷൻ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനീഷ്യൽ കണ്ടീഷൻ 0 കൊടുത്തു, Q1 0 cos omega n 1t പ്ലസ്, അതുപോലെ Q2 എന്ന് പറയുന്നത് Q2 0 cos omega t, ഈ രീതിയിൽ പറയാലോ. ഓക്കെ, ഇനി അതിന് ശേഷം Q1 കണ്ടുപിടിക്കും, നമ്മൾ Q2 കണ്ടുപിടിക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു Q1 Q2 കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, റിവേഴ്സ് പോയിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, നമ്മുടെ x0 എന്നുള്ളത് കണ്ടുപിടിക്കണം. ക്വസ്റ്റ്യൻ x1 x0 അല്ല, x1 x2 എന്താന്നുള്ളത് ക്വസ്റ്റ്യൻ അതാണ്. ക്വസ്റ്റ്യൻ അതായിരിക്കും, ഫൈൻഡ് ദ റെസ്പോൺസ് എന്ന് പറയുമ്പോൾ അവരുടെ ഒറിജിനൽ കോർഡിനേറ്റിൽ തന്ന രീതിയിലൂടെ നമുക്ക് അതിൻ്റെ ആൻസർ തിരിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അറിയാം, നമുക്ക് എന്താ അറിയുന്ന കാര്യം, നമ്മൾ അങ്ങനെ Q1 Q2 കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കും. മീൻസ് ഫ്രീ വൈബ്രേഷൻ ആണെങ്കിൽ ഈ ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ Q1 Q2 കണ്ടുപിടിക്കുക. അതിനുശേഷം നമുക്കറിയാം ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്ത ഇക്വേഷൻ ഒറിജിനൽ കോർഡിനേറ്റിനെ നാച്ചുറൽ ആക്കാനായിട്ട് ഇതല്ലേ നമ്മൾ അവിടെ യൂസ് ചെയ്ത കപ്ലിങ്ങിൽ ഇത് പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ നമുക്കറിയാം x ഈക്വൽ ടു 5 ഇൻറ്റു Q ആണെന്നറിയാം, അല്ലെങ്കിൽ x0 ഈക്വൽ ടു 5 ഇൻറ്റു Q0 അങ്ങനെയും പറയാം അല്ലേ. അപ്പോൾ നമുക്ക് Q0 കണ്ടുപിടിക്കണമെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ നമുക്ക് ചെയ്യേണ്ടി വരും. പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഇത് ആവശ്യം വരും. 5 ഇൻവേഴ്സ് x0 ചെയ്തിട്ട് നമ്മൾ Q എന്നുള്ള രീതിയിൽ ചെയ്യേണ്ടി വരും. പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റ് ജസ്റ്റ് നോട്ട് ചെയ്യുക. അപ്പോൾ അത്രയാണ് ഫ്രീ വൈബ്രേഷൻ്റെ കേസിൽ പറയേണ്ടത്. നമ്മൾ എന്ത് പറഞ്ഞു, ഇങ്ങനെ ആക്കിയെന്ന് പറഞ്ഞു. നമ്മുടെ ഇങ്ങനെയാണ് ഒരു ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ ഡയഗണൽ എലമെന്റ്സ് മാസ് അങ്ങനെ സ്റ്റിഫ്നെസ്സും എല്ലാം ഇൻഡിപെൻഡൻറ്റ് ഇക്വേഷൻസ് ആയ രീതിയിൽ പറഞ്ഞു. അപ്പോൾ അവിടെ ഫ്രീ വൈബ്രേഷൻ ആണെങ്കിൽ ഇങ്ങനെ വരും എന്നുള്ളത് പറഞ്ഞു. ഇതിൻ്റെ സൊല്യൂഷൻ ഇതാണെന്നുള്ളത് നമുക്കറിയാം. നാച്ചുറൽ കോർഡിനേറ്റിൻ്റെ രീതിയിൽ നമുക്ക് ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് വേണം, ആ ഒരു ഒറിജിനൽ കോർഡിനേറ്റ് രീതിയിൽ നമുക്ക് അതിൻ്റെ ഒരു സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് സം സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് ലൈക്ക് വൈസ് യു ഹാവ് ടു കണ്ടക്ട്. അത് കഴിഞ്ഞാൽ ഇത് എന്ന് പറയുന്ന ഈ ഒരു സെയിം ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഫോഴ്സ് വൈബ്രേഷനിലും ചോദിക്കാം. അതായത് ഫ്രീ വൈബ്രേഷനിൽ മാത്രമല്ല, ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അവർ ചോദിക്കാം എന്താ പറയുന്നത്, ഈ ഒരു റെസ്പോൺസ് കണ്ടുപിടിക്കാൻ പറയാം കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ ഇവിടെ ഈക്വൽ ടു ഓക്കെ, ഇവിടെ ഓക്കെ, അതായത് മോഡൽ മാസ് മെട്രിക്സ് M ഒരു ഡാഷ് വരയ്ക്കാറുണ്ട് കേട്ടോ നമ്മൾ മുകളിൽ മോഡൽ, അതായത് 5 ട്രാൻസ്പോസ് സ്മോൾ m 5 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് അതിനെ ഒന്ന് ചെറുതാക്കി എഴുതി കഴിഞ്ഞാൽ M ഒരു മുകളിലൊരു നമ്മൾ സ്കോർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് മോഡൽ മാസ് മെട്രിക്സ്. ഓക്കെ, അപ്പോൾ സോ ഇഫ് ദിസ് ഈസ് ഇക്വേഷൻ ഒരു ഫോഴ്സ്ഡ് വൈബ്രേഷൻ്റെ ഒരു കേസ് ആണെങ്കിൽ, അതായത് ഇതല്ല
ഫ്രീ വൈബ്രേഷൻ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു Q1ന്റെ Q2ന്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു അല്ലേ, ഇതാണ് ഇക്വേഷൻസ് എന്നുള്ളത് പറഞ്ഞു. ഇനി ഫോഴ്സ്ഡ് ആണെങ്കിലോ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണെങ്കിൽ ദ റെസ്പോൺസ് ഈസ് ഗിവൺ ബൈ F0/K into 1 minus frequency square into sin omega t. X of t equal to F0/K 1 minus r square sin omega t എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ Q of t എന്തായിരിക്കും? F0/K 1 minus r square sin omega t ആയിരിക്കും. ഓക്കെ, R എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ തരും, ഒമേഗ തന്നിട്ടുണ്ടാവും. ഒമേഗ എൻ നമുക്ക് കണ്ടുപിടിക്കാം. ദിസ് ഇസ് ഒമേഗ എൻ കേട്ടോ, ഒമേഗ 0 എന്നല്ല, ഒമേഗ എൻ എന്നാണ് നമ്മുടെ നൊട്ടേഷൻ. അപ്പൊ നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാം. ഓക്കെ, നൗ Q of t കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ടി വരും? ഡിസ്പ്ലേസ്മെന്റ് എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ ഫ്രം ദിസ് ട്രാൻസ്ഫോർമേഷൻ റൂൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? എക്സ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ എക്സ് കണ്ടുപിടിക്കാനായിട്ട് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം. 5 into Q ചെയ്ത് കഴിഞ്ഞാൽ എക്സ് കിട്ടും കേട്ടോ. പ്രോബ്ലം ചെയ്താൽ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. അപ്പൊ ഇത്ര ഇത് തിയറി ആയിട്ടും ചോദിക്കാറുണ്ട്. ഇതിന്റെ വേറൊരു തരം നോട്ടും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്, അത് നോക്കുക. ഇതിന് എല്ലാം ഇതുപോലെ വേണമെന്നില്ല, നമുക്ക് പറ്റാവുന്ന രീതിയിൽ ഇതിനെ ഈ ഫോഴ്സ്റ്റും ഫ്രീയും വരുന്ന രീതിയിൽ അതിനെ പ്രസന്റ് ചെയ്തിട്ട് ആൻസറിലെത്താം. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് വേഗം പറഞ്ഞു പോവാം. ഇതിന്റെ ഒരു എങ്ങനെയാ ചെയ്യുന്നത് എന്നുള്ളതൊന്ന് പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. അപ്പൊ നമ്മളത് മാസ് വരച്ചു. ഫസ്റ്റ് പാർട്ട് എളുപ്പമാണ്, നമ്മൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. സെക്കൻഡും 3യും 4ഉം സിമ്പിൾ ആയിട്ട് നമുക്ക് കവർ ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതാണ് നമ്മുടെ, ഇത് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കാണുന്നുണ്ട്? അനു കാണുന്നുണ്ടെങ്കിൽ ഒരു യെസ് പറയൂ. അനുല്ലേ എവിടെ? കാണാണ്ട്. ഓക്കെ, നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. obtain the response for 2DIF system using mode superposition method at the time t equal to 0.2 second. സെയിം ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, നമ്മൾ നേരത്തെ കണ്ട അതേ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ചെയ്യിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ സിസ്റ്റം ഈസ് ഹാവിംഗ് മാസ് M1 equal to 20 കിലോഗ്രാം, M2 15 കിലോഗ്രാം, K1ഉം K2ഉം തന്നിട്ടുണ്ട്. ഇനീഷ്യൽ കണ്ടീഷൻസ് ഇൻ ദ ഒറിജിനൽ കോർഡിനേറ്റ് ഫോം x0, അതായത് 2, 3 എന്ന് പറയുമ്പോൾ മാസ് 1ന്റെ മാസ് 1ഉം 2 ആണല്ലോ. മാസ് 1ന്റെ x1 0 ആണ് 2, x2 ഓഫ് ദി മാസ് 2ന്റെ x2 അല്ല മാസ് 2ന്റെ അതായത് രണ്ടാമത്തെ മാസിന്റെ ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെന്റ് ആണ് 3. ഇനി വെലോസിറ്റി തന്നിട്ടുണ്ട്, ഇത്ര മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, നൗ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പഠിച്ചിട്ടുള്ള സെയിം സ്റ്റെപ്പ്, നമുക്ക് അതിന്റെ എന്താ പറയുക, ഇത് കണ്ടുപിടിക്കണം അല്ലെ, മോഡ് മെട്രിക്സ് കണ്ടുപിടിക്കണം. അതാണ് മോഡ് ഷേപ്പ് വരയ്ക്കണ്ട, മോഡ് മെട്രിക്സ് വരെ എത്തുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് അറിയാം, നമ്മൾ ഇങ്ങനെ അതിനെ പ്രസന്റ് ചെയ്യുന്നു അല്ലെ, ഡൈനാമിക് ഇക്വേഷൻ എഴുതുന്നു. ഡൈനാമിക് ഇക്വേഷൻസ് എഴുതിയതിന് ശേഷം നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ വെച്ചിട്ട് ഡിറ്റർമിനന്റ് ഓഫ് ദിസ് തിങ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ട് നമ്മൾ സാധാരണ ചെയ്യണ പോലെ ചെയ്യുന്നു അല്ലെ. ഫസ്റ്റ് സ്റ്റെപ്പ് സെയിം തന്നെയാണ് കേട്ടോ. അപ്പൊ 500 മാസ് തന്നിട്ടുണ്ട്, എല്ലാം എഴുതുക. ഇതിൽ ചെയ്ത പോലെ ചെയ്യണമെന്നില്ല, നമ്മൾ ചെയ്ത പോലെ എടുത്താൽ മതി. 100 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 100 പുറത്തേക്ക് എടുത്തത് 5 - 2 - 2 വരില്ലേ. ഇനി മൈനസ് ഒമേഗ എൻ സ്ക്വയർ ഇവിടുന്ന് വേണമെങ്കിൽ നമുക്ക് കോമൺ ആയിട്ട് എന്ന് പുറത്തേക്ക് എടുക്കാം. 5 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 4 അങ്ങനത്തെ രീതിയിൽ വരും അല്ലെ. 4 വരും, 0 വരും, 0, 3 ആ രീതിയിൽ വരും. ഇനി ഇതിന്റെ കോഎഫിഷ്യന്റ് ഇവിടെ 100 പുറത്തേക്ക് എടുത്തുകൊണ്ട് ഇവിടെ ഇതിനെ 100 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ ഒമേഗ സ്ക്വയർ 5/100 വരും. അപ്പൊ അതിനെ നമ്മൾ ലാംഡയാക്കി എടുക്കുക. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്താലും ഇതേ രീതിയിൽ വരും, ഈ ഒരു രീതിയിൽ തന്നെ വരും. ഓക്കെ, അങ്ങനെ ചെയ്താൽ മതി. ഇപ്പൊ ഇതിൽ അവർ ജസ്റ്റ് വേറെ രീതിയിൽ ചെയ്തു എന്ന് മാത്രം കേട്ടോ, K എന്നുള്ള രീതിയിൽ കൊടുത്തു എന്ന് മാത്രം. നമ്മൾ ചെയ്ത രീതിയിൽ നമുക്ക് ക്ലാസ്സിൽ ഇത് ചെയ്യാം. ഞാനിത് പറഞ്ഞു പോവാണ്, നമുക്ക് ക്ലാസ്സിൽ എന്തായാലും ഇത് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ തിയറി പറയില്ല, പ്രോബ്ലം നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ 5 - 4 ലാംഡ ഈ രീതിയിൽ നമ്മൾ എത്തുന്നു. ലാംഡ 1 ലാംഡ 2 നമുക്ക് അറിയാം, കണ്ടുപിടിക്കുന്നു. സ്മോളർ വാല്യൂ വെച്ചിട്ടാണ്, ലാംഡ വെച്ചിട്ടാണ് നമ്മുടെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഒമേഗ n1 ലാംഡ കിട്ടി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? റേഡിയൻ പെർ സെക്കൻഡ് 2.49 കിട്ടി. ഒമേഗ n2 എന്ന് പറയുന്നത് ഒമേഗ n2 തന്നെ എഴുതുക, 5.66 കിട്ടി. ഓക്കെ, ഇനി അത് കിട്ടിയതിന് ശേഷം നമ്മൾക്ക് എന്ത് വേണം? മോഡ് 1 അല്ലെ. മോഡ് 1 എന്ന് പറയുമ്പോൾ ലാംഡ ഈക്വൽ ടു സ്മോൾ വാല്യൂ 0.331 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. നമ്മൾക്ക് വേണ്ടത് 5 മോഡ് മെട്രിക്സ് ഇൻ ദി ഫസ്റ്റ് മോഡ്. അപ്പൊ 5 അതായത് x1 ഇത് നമ്മൾ ചെയ്യുന്ന സോൾവ് ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാം. ഇവിടെ നമ്മൾ x2 ഈക്വൽ ടു 1 കൊടുത്തിട്ട് x1 കണ്ടുപിടിക്കാം. ഏതാന്ന് വെച്ചാൽ ചെയ്യാം കേട്ടോ. x1 1 കൊടുക്കാം, അല്ലെങ്കിൽ x2 1 കൊടുക്കാം. ഇവിടെ x2 ആണ് 1 കൊടുത്തിരിക്കണേ. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? x1
x2 ഇൻ ദി ഫസ്റ്റ് മോഡ് കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് 5 1 എന്നുള്ള മെട്രിക്സ് നമ്മൾ പ്രിപ്പയർ ചെയ്തു. ഓക്കെ, ഇനി സെക്കൻഡ് മോഡിൽ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യണു? 5 2 കണ്ടുപിടിക്കുകയാണ്. നമ്മൾ ചെയ്ത അതേ കാര്യം, വേറെ ഒന്നുമില്ല കേട്ടോ. നമ്മൾ 5 2 കണ്ടുപിടിച്ചു. അപ്പം നമുക്ക് എന്ത് കിട്ടി? -1.4081 എന്നുള്ള രീതിയിൽ കിട്ടണം. ഓക്കെ, നൗ നമ്മളുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് യു ഹാവ് ടു ഇതിനെ ഒരുമിച്ച് എഴുതാം. ഈ 5 1 എന്ന് പറയുന്നത് 0.51321 അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? മോഡ് മെട്രിക്സ് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ എഴുതണം. 51.5321 വന്നു. ഇവിടെ എത്ര വന്നു? -1.408/1. അപ്പം അതിനെ ഒരുമിച്ച് എഴുതുമ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയണേ? അവർ മോഡ് മെട്രിക്സ് 5 എന്നുള്ള രീതിയിൽ അതിനെ ഇതാക്കി വെച്ചു. ക്ലിയർ അല്ലേ? അപ്പോൾ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതോടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഇത് നമുക്ക് പിന്നെ നോക്കാം. ഈ മോഡൽ മാസ് പ്രിപ്പയർ ചെയ്യുക, മോഡൽ മാസ് മെട്രിക്സ് പ്രിപ്പയർ ചെയ്യുക. അതായത് എം മുകളിലൊരു വര കൊടുക്കുക. ദാറ്റ് ഈസ് മോഡൽ മാസിന്റെ നൊട്ടേഷൻ. അപ്പോൾ എന്താണ്? 5 ട്രാൻസ്പോസ് എം ഇൻറ്റു 5 എന്നുള്ളതാണ് ഇക്വേഷൻ. സോ വാട്ട് ഈസ് 5 നമ്മളിങ്ങനെ കണ്ടുപിടിച്ചു അല്ലേ? നമുക്ക് 5 1 ഉണ്ടായിരുന്നു, 5 2 ഉണ്ടായിരുന്നു. അത് നിരത്തി എഴുതിയെന്ന് മാത്രം. അപ്പോൾ ദാറ്റ് ഈസ് അവർ 5 മെട്രിക്സ്. അതിന്റെ ട്രാൻസ്പോസ് പറയുമ്പോൾ എന്ത് വരും? റോയിൽ എന്ത് വരും? ഇതിനെ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ 0.5321 ഫസ്റ്റ് റോ വരും. ഇനി മറ്റത് -4081 എന്നുള്ള സെക്കൻഡ് റോ വരും. ദാറ്റ് ഈസ് ട്രാൻസ്പോസ്. ഓക്കെ, ഇനി എം എന്ന് പറയുന്നത് നമ്മുടെ എം മെട്രിക്സ് തന്നെ. അപ്പോൾ അത് എഴുതി. 5 എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ച മാസ് മെട്രിക്സ്. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ നമ്മൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. 2/2 ആണ് എല്ലാം. ഒന്ന് കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇങ്ങനെയാണ് കിട്ടുക. അപ്പോൾ ഇത് കണ്ടാൽ അറിയാം ഡയഗണൽ എലമെന്റ്സ് മാത്രം. ഇത് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെയായി. കണ്ടോ? 5 ട്രാൻസ്പോസ് എം 5 എന്ന് ചെയ്യുമ്പോൾ എന്താണ് ഉണ്ടായത്? ഇത് ദാറ്റ് ഈസ് ഒരു ഡയഗണൽ മെട്രിക്സ് എന്ന രീതിയിലാണ് നമ്മുടെ എം വന്നത്. ദിസ് ഈസ് ഇതിന്റെ പേരെന്തായിരുന്നു? മോഡൽ മാസ് മെട്രിക്സ്. ക്ലിയർ അല്ലേ? അപ്പോൾ അത് ജസ്റ്റ് അങ്ങനെ ചെയ്തു. അത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് നമ്മുടെ മോഡൽ സ്റ്റിഫ്നെസ് മെട്രിക്സ് പ്രിപ്പയർ ചെയ്യണം. അപ്പം അതിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? 5 ട്രാൻസ്പോസ് K5 എന്നുള്ളതാണ് ഇക്വേഷൻ. 5 ട്രാൻസ്പോസ് നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ 5 മെട്രിക്സിനെ നമ്മളിവിടെ എഴുതി വെച്ചതിനെ ട്രാൻസ്പോസ് ചെയ്യുന്നു. അതിനെ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു? കെ നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള സെയിം കെ ഇൻറ്റു ഈ 5 വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് വി ആർ ഗെറ്റിംഗ് ദി മോഡൽ സ്റ്റിഫ്നെസ് മെട്രിക്സ്. ക്ലിയർ അല്ലേ? ഇനി അതിന് ശേഷം ചെക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ഈ ചെക്ക്? ω_n1 എഴുതുമ്പോൾ ω_n1 തന്നെ എഴുതുക. ω_n1 √k/m ആണല്ലോ നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ഇതാണ് നമ്മുടെ മോഡൽ മാസും മോഡൽ സ്റ്റിഫ്നെസ് ഇതാണ്. അപ്പൊ എന്താണ്? √k11/m11. കണ്ടോ? ഫസ്റ്റത്തെ വാല്യൂ ആണ് k11. അതുപോലെ ഇവിടുത്തെ ഫസ്റ്റത്തെ വാല്യൂ ആണ് m11. അതിനെ ഡിവൈഡ് ചെയ്യുക. √122 ഡിവൈഡഡ് ബൈ √20 ആ ഒരു സംഭവം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടി. അത് ആ സെയിം ആൻസർ തന്നെയായിരിക്കണം മറ്റു സ്ഥലത്തും കിട്ടിയിട്ടുണ്ടാവുക കേട്ടോ. അതുപോലെ ω_n2 കണ്ടുപിടിക്കുന്നു. ദിസ് ഇസ് ദി ചെക്ക്. ഈ ചെക്ക് ഓക്കെ അല്ലേ എന്നുള്ളത് കണ്ടുപിടിക്കുക. അപ്പൊ അതോടെ നമ്മുടെ സൂപ്പർ പൊസിഷൻ മെത്തേഡിന്റെ രണ്ടാമത്തെ സ്റ്റെപ്പും കഴിഞ്ഞു. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇനി ഓക്കെ ആണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓക്കെ പറഞ്ഞാൽ ഞാൻ അടുത്തേക്ക് പോവാം. പ്രൊസീഡ് ചെയ്യട്ടെ? അവിടെ എഴുതിയാലും മതി കേട്ടോ. ഒന്നുകൂടി പറയണോ? ഓക്കെ ആണെങ്കിൽ ഓക്കെ പറഞ്ഞോളൂ. പറയണ്ടെങ്കിൽ ക്ലിയർ ആയി എന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. പറയണമെന്നുണ്ടോ ഏതെങ്കിലും? ഇതുവരെ ഉള്ളത് അറിയാം. 5യുടെ സംഭവം അറിയാം. 5 ട്രാൻസ്പോസ് അത് ചെയ്തിട്ട് ഈ മോഡൽ മാസ് മെട്രിക്സ് ജസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ 2/2 മെട്രിക്സിൽ തന്നെ എത്തണം. അതുപോലെ ഇതും കാൽക്കുലേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഇത് കിട്ടും. അതിൻ്റെ ശേഷം ω_n1 ω_n2 കണ്ടുപിടിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ എന്തായി? ഒരു ഇത് കഴിഞ്ഞു. ഫസ്റ്റത്തെ ആ മോഡൽ മാസ് മെട്രിക്സിന്റെ സ്റ്റെപ്പ് കഴിഞ്ഞു. അല്ല, ഫസ്റ്റത്തെ നമ്മുടെ യൂഷ്വൽ സ്റ്റെപ്പ് കഴിഞ്ഞു. മോഡ് മെട്രിക്സിന്റെ രണ്ടാമത്തെ ചെക്ക് വരെയുള്ള ആ സ്റ്റെപ്പും കഴിഞ്ഞു. ഇനിയാണ് നമ്മളെ കപ്ലിംഗ് അൺകപ്പിൾഡ് ആക്കാനുള്ള ഒരു സ്റ്റെപ്പിലേക്ക് പോകുന്നത്. സൂപ്പർ പൊസിഷൻ മെത്തേഡിന്റെ ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാണ്. ഇതാണ് അതിന്റെ സ്റ്റെപ്പ്. ഓക്കെ അല്ലേ? അപ്പൊ ദിസ് ഈസ് ഇത് എഴുതാം കേട്ടോ. നമ്മുടെ ഒരു ഇക്വേഷൻ അൺകപ്പിൾഡ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഇത് ഫ്രീ വൈബ്രേഷൻ അല്ലേ? ക്വസ്റ്റ്യനിൽ നമ്മുടെ ഒരു ഇതിൽ ഇത് കണ്ടോ? നോ ഫോഴ്സ് ഇസ് ഇൻഡിക്കേറ്റഡ്. അപ്പൊ അത് ഫ്രീ വൈബ്രേഷൻ ആണ്. നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കണം. ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്താ ഓക്കെ അല്ലേ? പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ?
ഉണ്ട് മിസ്. ഓക്കെ ഓക്കെ, കേൾക്കുന്നുണ്ട് മിസ്. ശരി ശരി. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ആ രണ്ടാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു കേട്ടോ. പിന്നെ മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ആ ഒരു കപ്ലിംഗ് അൺകപ്പിൾഡ് ആക്കുകയാണ്. അൺകപ്പിൾഡ് ആക്കാനായിട്ട് നമുക്കറിയാം യു ഹാവ് ടു ബ്രിങ് ദി നാച്ചുറൽ കോർഡിനേറ്റ്. അപ്പൊ നമ്മൾ അതിന്റെ ഇക്വേഷൻ എഴുതി വെക്കുക. ഇതിപ്പോൾ എഴുതണ്ട, ഇനീഷ്യൽ കണ്ടീഷൻ എന്നുള്ളത് എഴുതണ്ട. യു ആർ ജസ്റ്റ് റൈറ്റിംഗ് ദ അൺകപ്പിൾഡ് ഇക്വേഷൻ ഈസ് എന്ന് പറഞ്ഞിട്ട് എം, നമ്മുടെ എം മീൻസ് മുകളിൽ വര വരയ്ക്കണം കേട്ടോ, വിട്ടുപോയതാണ്. എം മുകളിൽ വര ക്യൂ ഡബിൾ ഡോട്ട് പ്ലസ് കെ സ്കോർ ക്യൂ ഈക്വൽ ടു 0. നോ വാട്ട് ഈസ് എം? എം എന്ന് പറയുന്നത് this is our m and this is our modified k. Okay, since it is a 2DOF system, നമുക്ക് എന്ത് വരും, നാച്ചുറൽ കോർഡിനേറ്റ് q1 ഉം q2 ആണ് വരിക. ഇവിടെ x1 ഡോട്ടിന് പകരം q1 ഡബിൾ ഡോട്ട് പ്ലസ് ഇവിടെ q1 q2 ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്നുള്ളത് നമ്മൾ എഴുതി വെക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ എന്താണ്, ദിസ് ഇസ് അവർ ഡൈനാമിക് ഇക്വേഷൻ ഫോർ ദി 2DOF സിസ്റ്റം. ഇനി ഇതിൽ q1 എന്താണ്, q2 എന്താണ്, അത് നമ്മൾക്കറിയാം. ഫ്രീ വൈബ്രേഷന്റെ കേസിൽ എന്താണ് q1 എന്ന് പറയുമ്പോൾ x1 എന്ന് പറയുമ്പോൾ x0 cos omega n t പ്ലസ് v0 by omega n sin omega n t ആയിരുന്നു. സിമിലർലി q1 എന്ന് പറയുമ്പോൾ യു ഹാവ് ടു നോ ദിസ് ഇക്വേഷൻ. ഇത് ഇവിടെ എഴുതി വെക്കണം. q1 0 cos omega 1 t ആണ്. അതുപോലെ q2 എന്ന് പറഞ്ഞാൽ ഇതാണെന്നുള്ളത് അവിടെ എഴുതി വെക്കാം. ഓക്കെ, നൗ ഇനി ഇവിടെ ചെയ്യാനുള്ള കാര്യം നമുക്ക് ഓക്കെ ഇനീഷ്യൽ കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇതിന് താഴെ ഒന്ന് എഴുതി വെക്കുക. ഇവിടെ എഴുതി വെക്കണമെന്നില്ല. നൗ വി നോ എന്ന് പറഞ്ഞിട്ട് യു ക്യാൻ റൈറ്റ് x0 = 2 3. ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ മെട്രിക്സ് തന്നിട്ടുണ്ട്. അതുപോലെ വെലോസിറ്റി വെക്ടർ 0 0 എന്നുള്ളത് തന്നിട്ടുണ്ട് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ ആ ഒരു നമുക്കറിയാം എക്സിനെ എങ്ങനെ ക്യൂ ആക്കി, x = 5 × q എന്നുള്ള രീതിയിലാക്കി. ഓക്കെ, സോ വി നോ q = നമുക്ക് എന്ത് പറയാം, 5 ഇൻവേഴ്സ് x എന്ന് പറഞ്ഞൂടെ. q = 5 ഇൻവേഴ്സ് x ആണ്. നൗ വാട്ട് ഈസ് 5 ഇൻവേഴ്സ്? 5 ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ, ഈ ഒരു 5 മെട്രിക്സിന് ഇൻവേഴ്സ് എടുക്കുക അല്ലേ. അഡ്ജോയിൻ ബൈ ഡിറ്റർമിനന്റ് ചെയ്യുമ്പോഴല്ലേ നമുക്ക് ആ 5 ഇൻവേഴ്സ് കിട്ടുക. അത് കാൽക്കുലേറ്ററിൽ ചെയ്യാലോ കേട്ടോ. 5 എന്ന് പറയുമ്പോൾ എന്താ, ഇതല്ലേ നമ്മുടെ 5. നമ്മളെ 5 മെട്രിക്സ് എന്ന് പറഞ്ഞിട്ട് ഇതാ, ദിസ് ഈസ് അവർ 5. ഫസ്റ്റ് സ്റ്റെപ്പിൽ കണ്ടുപിടിച്ചിട്ടുള്ള 5. സോ അതിന് ഇൻവേഴ്സ് ഇൻറ്റു എക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ക്യൂ കിട്ടുമല്ലോ. ഫ്രം ദി ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ വി നോ x = 5 × q ആണ്. അപ്പോൾ ക്യൂ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 5 ഇൻവേഴ്സ് എക്സ് ആണ്. 5 ഇൻവേഴ്സ് കാൽക്കുലേറ്ററിൽ ചെയ്യുക, അല്ലെങ്കിൽ മാനുവലി ചെയ്യുക. അപ്പോൾ നമുക്ക് ഇൻവേഴ്സ് കിട്ടും. ഇൻറ്റു 2 3 എന്ന് പറയുമ്പോൾ ദിസ് 0.51 × 2 + 0.72 × 3. അപ്പോൾ നമുക്ക് ഈ ഒരു ലോവർ ഓർഡറിലുള്ള 2 3 എന്നുള്ള രീതിയിൽ തന്നെ അതിൻ്റെ ആൻസർ കിട്ടും. ദിസ് 0.5 × 2 + 0.7 × 3 എന്ന് പറയുമ്പോൾ 3.208 ആൻഡ് ദിസ് തിങ് × 2 + 0.274 × 3 എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് കിട്ടും. സോ ഇതാണ് നമ്മുടെ ക്യൂ എന്നുള്ള രീതിയിൽ ഒന്ന് എഴുതി വയ്ക്കും. അടുത്തത് q0 q0 വെലോസിറ്റി വെക്ടർ x0 എന്ന് പറയുന്ന പോലെ q0 എന്ന് പറയുമ്പോൾ 5 ഇൻവേഴ്സ് എന്താണ്, v അല്ലേ. വെലോസിറ്റി x0 ആണ്. ഇവിടെ 0 ദാറ്റ് ഈസ് വെലോസിറ്റിയുടെ രണ്ടും 0 ആണ്. v തന്നിട്ടിരിക്കണേ, അപ്പോൾ അതുകൊണ്ട് അത് 0 ആണ്. നൗ നമ്മൾ കണ്ടുപിടിച്ചത് എന്താണ്, q1 0 q2 0 ആണ് കണ്ടുപിടിച്ചത്. ഇവിടെ നമ്മൾ എഴുതിയില്ലേ, നമ്മൾ പറഞ്ഞു q1 = q1 0 cos omega n t പ്ലസ് ഇതാന്ന് പറഞ്ഞു. ഇതിലെ വാട്ട് വി ഫൈൻഡ്, ഇവിടെ q = എന്ന് പറഞ്ഞിട്ട് നമുക്ക് 2 വാല്യൂസ് കിട്ടി. അപ്പോൾ ഇത് എന്താണ് ശരിക്കും, q1 0 ആണ് ദിസ് തിങ്, ദിസ് ഈസ് q2 0. ഓക്കെ, ഇനി ഇത് എത്രയാണ്, ഇത് എന്ന് പറയുന്നത് എത്രയാണ്, ഇത് ദിസ് ഇസ് ഇതിനെ വേണമെങ്കിൽ മെട്രിക്സ് ആയിട്ട് കാണിക്കുകയാണെങ്കിൽ ദിസ് ഈസ് q ഡോട്ട് 0 ക്യൂടെ രണ്ടും 0 ആയിട്ട് വന്നു അല്ലേ. ആ ഒരു ഇതെന്ന് പറയുമ്പോൾ ഇവിടെ ഈ ഒരു ടേം, അതായത് ഇത് പറഞ്ഞോളൂ q1 ഡോട്ട് 0 ദാറ്റ് ഈസ് 0, ദിസ് തിങ് ഓൾസോ 0. കാരണം അവിടെ 0 0 എന്ന് ക്വസ്റ്റ്യനിൽ തന്നുകൊണ്ട് നമുക്ക് അവിടെ ഇല്ല, വാല്യൂ ഇല്ല. ഓക്കെ, സോ നമുക്ക് ജനറലി ദിസ് ഇസ് ദി ഇക്വേഷൻ. ഇതാണ് q1 = q1 0 cos omega n t പ്ലസ് ദിസ് ഇസ് ഫ്രീ വൈബ്രേഷൻ റെസ്പോൺസ്. ഇതാണ്. അപ്പം നമ്മൾ ഇതിപ്പോൾ ഇവിടെ ചെയ്തത് ആക്ച്വലി q = ഇങ്ങനെ ഇൻവേഴ്സ് എടുത്ത് ചെയ്തപ്പോൾ ദിസ് ഈസ് ഇനീഷ്യൽ കണ്ടീഷൻ അല്ലേ. 2 3 നമ്മൾ അപ്ലൈ ചെയ്തേ. അതായത് x1 0 ഇതെന്തായിരുന്നു ഞാൻ പറഞ്ഞില്ലേ, തുടക്കത്തിൽ പറഞ്ഞു x1 0 x2 0 ആണ്
ഫസ്റ്റ് മാസിൻ്റെയും സെക്കൻഡ് മാസിൻ്റെയും ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് 2, 3. അപ്പോൾ നാച്ചുറൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഫസ്റ്റ് മാസിൻ്റെയും സെക്കൻഡ് മാസിൻ്റെയും ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഇത്. അതായത് എന്താണ്, ഇതാണ് ഈ Q10 Q20 എന്ന് പറയുന്ന സംഭവങ്ങളാണ് നമ്മളിവിടെ ഈ രീതിയിൽ കണ്ടുപിടിച്ചിട്ടുള്ളത് കേട്ടോ. ഇനി ഇവിടെ എന്ന് പറയുമ്പോൾ അത് 0 ആയതുകൊണ്ട് ഇവിടെയും വാല്യൂ ഇല്ല. അപ്പം നമുക്ക് Q1 Q2 കണ്ടുപിടിക്കാമല്ലോ. Q1 Q2 എന്ന് പറയുമ്പോൾ ഇവിടെ പോകുന്നു, നമ്മൾ വാല്യൂ കിട്ടി 3.208 കോസ് ഒമേഗ N1 എത്രയായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. ചെക്കിലും കറക്റ്റാന്ന് പറഞ്ഞിട്ടുണ്ട്, രണ്ട് വാല്യൂ ഒന്ന് തന്നെയാണ്. അപ്പം 2.49 ഇൻറ്റു ടി. Q2 എന്ന് പറയുന്നത് ദിസ് തിങ് ഇൻറ്റു ടി എന്ന് പറഞ്ഞിട്ട് കിട്ടി. ഇനി ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു, ഫൈൻഡ് ദി അറ്റ് ദ ടൈം ടി ഈക്വൾ ടു 0.2 സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, Q1 ഈക്വൾ ടു 3.208 കോസ് ദിസ് തിങ് ഇൻറ്റു 0.2 ചെയ്യുമ്പോൾ 2.818 കിട്ടും കേട്ടോ. റേഡിയനിൽ ഇടുക, കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് ചെയ്യുക. കിട്ടുന്നില്ലേ നോക്കുക. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചിലപ്പോൾ ചെയ്യില്ല, സിമിലർ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ക്ലാസ്സിൽ ചെയ്യുന്നുണ്ടാവുക കേട്ടോ. അപ്പോൾ 2.818 കിട്ടും. Q2 നാച്ചുറൽ കോർഡിനേറ്റ് Q2 ഈക്വൽ ടു മൈനസ്, സൈനിന് ഭയങ്കര പ്രസക്തി ഉണ്ട്, സൈൻ തെറ്റിക്കാതെ എഴുതണം. അപ്പോൾ കാരണം ഇവിടെ മൈനസ് വന്നുകൊണ്ടാണ്, ഇവിടെ മൈനസ് വന്നുകൊണ്ടാണ് മൈനസ് ഇവിടെ വന്നത് കേട്ടോ. -0.0 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കുക, ഒബ്റ്റെയിൻ ദി റെസ്പോൺസ് ഓഫ് 2D സിസ്റ്റം യൂസിങ് മോഡ് സൂപ്പർപൊസിഷൻ മെത്തേഡ്. നമുക്ക് റെസ്പോൺസ് കിട്ടി, പക്ഷെ അത് നാച്ചുറൽ കോർഡിനേറ്റിന്റെ രീതിയിൽ കിട്ടി. പക്ഷെ നമുക്ക് ഈ ഒരു രീതിയിലും കൂടി അതിനെ അവതരിപ്പിക്കണം. അതായത് x1 x2 ആയിട്ട് കണ്ടുപിടിക്കണം കേട്ടോ. നമുക്ക് എന്താ കിട്ടിയത്, ഒരു Q1 Q2 കിട്ടിക്കഴിഞ്ഞാൽ വി നോ എഗെയിൻ ട്രാൻസ്ഫോർമേഷൻ നമ്മളൊന്ന് അപ്ലൈ ചെയ്യാണ്. Q ഇപ്പം നമുക്കറിയാം, അപ്പോൾ x എത്ര, അപ്പം നമുക്ക് എന്ത് പറയാം, വി നോ x ഈക്വൽ ടു 5 ഇൻറ്റു Q ആണെന്ന് അറിയാം. 5 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് അവർ മോഡൽ മാസ്, അല്ല മോഡൽ അല്ല, നമ്മുടെ ആ ഷേപ്പ് ഫംഗ്ഷൻ്റെ സംഭവങ്ങൾ അല്ലേ. അതേ ഇൻറ്റു Q എത്ര കിട്ടി, Q ഓൾറെഡി നമുക്കിപ്പോൾ കിട്ടിയല്ലോ. അപ്പോൾ അതിന് മെട്രിക്സ് ആയിട്ട് കാണിക്കുക 2.1018 പോയിന്റ്. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലോവർ മെട്രിക്സിൻ്റെ ഓർഡറിൽ നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ ദിസ് ഈസ് അവർ x1 x2, ഇതാണ് x1 x2, ദിസ് ഈസ് അവർ ഫൈനൽ ആൻസർ. ഇത്രയാണ് ഇതിൽ ചെയ്യാനുള്ളത്. ക്ലിയർ ആയെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇതിൽ പറയുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ ഒന്ന് തന്നെ എഴുതിയിട്ട് പഠിക്കുക. ഇത്ര സ്റ്റെപ്സ് ആണ് വരുന്നത്. ഇതിൻ്റെ വേറൊരു ക്വസ്റ്റ്യൻ എനിക്ക് തോന്നുന്നു ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മളുടെ ഇത് നമുക്ക് ക്ലാസ്സിൽ ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ 2 മോഡൽ സൂപ്പർ പൊസിഷനാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മൾ ചെയ്തതിൻ്റെ വെരി സിമിലർ ആണ്. അപ്പോൾ ഇതായിരിക്കും നമ്മൾ ക്ലാസ്സിൽ ചെയ്യുന്നുണ്ടാവുക. ക്ലിയർ അല്ലേ. ഇവിടെ K11 K12 ഉണ്ട്. അപ്പോൾ 2 പാരലൽ ആയതുകൊണ്ട് നമുക്കതിനെ K1 ആക്കണം. ഇവിടെ ഇതുണ്ട്, ഈ ലെവലിലുള്ളതിനെ നമുക്ക് അതാക്കണം, എന്നിട്ട് വേണം ചെയ്യാൻ എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ അവിടെ വരുന്നുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ ചെയ്തതാണ്. അപ്പോൾ നമ്മൾ അതായിരിക്കും നമ്മൾ ക്ലാസ്സിൽ ചെയ്യുന്നുണ്ടാവുക. ക്ലിയർ അല്ലേ. ഏതെങ്കിലും പോർഷൻ എന്തെങ്കിലും പറയേണ്ട ആവശ്യമുണ്ടോ? കപ്ലിങ് അതുപോലെ പഠിക്കുക, അതിൻ്റെ ഡെറിവേഷനും കാര്യങ്ങളും ആ സംഭവമൊക്കെ അതുപോലെ പറയുക. ഇങ്ങനെ ആക്കുമ്പോൾ നമ്മളത് എന്തായി, ഡയഗണലിൻ്റെ സംഭവം ഒക്കെ 0, ഇവിടേക്ക് 0 ആയിക്കഴിഞ്ഞാൽ അത് അൺകപ്പിൾഡ് ആയി. ആ കൺസെപ്റ്റാണ് കോർഡിനേറ്റ് കപ്ലിംഗ് കൺസെപ്റ്റ്. അത് കഴിഞ്ഞിട്ട് അത് മേക്ക് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ മോഡ് സൂപ്പർപൊസിഷൻ മെത്തേഡ് വരുന്നത്. കാരണം അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അൺകപ്ലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ, അൺകപ്ലിംഗ് ചെയ്യുന്നുണ്ട്. ഇതാണ് അൺകപ്ലിംഗ് എന്ന് പറയണത്. അപ്പോൾ ഇത് മേക്ക് യൂസ് ചെയ്തിട്ടുള്ള മെത്തേഡാണ് നമ്മളിത്. ഓക്കെ. ഇനി ഞാൻ വേറൊരു നോട്ടും കൂടി, ഈ ഒരു നോട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അതാണ് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ പ്രൊവൈഡ് ചെയ്തത് കണ്ടത്. അപ്പോൾ അതിലും ഉണ്ട് മോഡ് സൂപ്പർ പൊസിഷൻ. അതിൽ സിമ്പിളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ കുറച്ചും കൂടി സ്റ്റെപ്സ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ മോഡ് സൂപ്പർ പൊസിഷൻ്റെ. ഇനി എക്സാമിന് ചോദിക്കുമ്പോൾ ഇതും നിങ്ങൾക്ക് എഴുതാം, സ്റ്റെപ്സ് ഫോർ ഡൂയിങ് ദ മോഡ് സൂപ്പർ പൊസിഷൻ. ഈ രീതിയിൽ നിങ്ങൾക്ക് അവതരിപ്പിക്കാം. മനസ്സിലായോ? ഈ സ്ലൈഡിലുള്ള പോയിന്റ്സ് എഴുതുക. പിന്നെ പ്ലസ് ആ മോഡ് സൂപ്പർ പൊസിഷൻ എന്ന് പറഞ്ഞിട്ട് PDF ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്, അത് നോക്കുക. പിന്നെ ഈ പ്രോബ്ലം ഒന്ന് എഴുതി പഠിച്ചാൽ വളരെ നന്നായിരിക്കും. കാരണം നമ്മൾ ഈ ക്ലാസ്സിൽ ഇനി വരുമ്പോൾ ഇതായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ക്ലിയർ അല്ലേ. അപ്പോൾ ഇത് വെച്ച് നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ. ഓൾമോസ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കണം. ഇനി നമുക്ക് ക്ലാസ്സിൽ വരുമ്പോൾ മറ്റേ പ്രോബ്ലം ചെയ്യാം. ഓക്കെ, ശരി.